سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد صلى الله عليه وسلم പൊറുക്കന്റെ പാവമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ വേദിൽ ഭൂഷരായ ബഹുന്ദരായ പണ്ഡിത മഹത്തുക്കളെ, വിശിഷ്ട അതിഥികളെ, സംഘാടകരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മുതഅല്ലിമീങ്ങളെ, അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശേഷ നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം നിങ്ങളുടെ നാട് കാണാനും, നിങ്ങളുടെ നാട്ടിൽ വന്ന് വഅദ് പറയാനും,
അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് സമയം വളരെ ഇപ്പൊ തന്നെ ഏകദേശം 9:45 കഴിഞ്ഞ 22-ാം തീയതിയാണ് ഡേറ്റ് കൊടുത്തിരുന്നത്. ചില കാരണങ്ങളാൽ, ചില സാങ്കേതിക കാരണങ്ങളാൽ ആ പരിപാടിയിൽ ഒഴിവാക്കേണ്ടി വന്നു. അൽഹംദുലില്ലാ, എനിക്ക് നാളെ തിരുവനന്തപുരത്താണ് പരിപാടി. ഇന്നത്തെ ഈ വാല് കഴിഞ്ഞ് രാവിലെ 4:30 കണ്ടാണ് എനിക്ക് കണ്ണൂരിൽ നിന്ന് ട്രെയിന്. അപ്പൊ എനിക്ക് ഈ വാല് കഴിഞ്ഞ് കണ്ണൂര് വരെ എത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം പാഴാക്കുന്നില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാരും ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം. നിങ്ങൾക്ക് മലയാളം, ഞാൻ ഉസ്താദിനോട് ചോദിക്കായിരുന്നു, മലയാളം അറിയോ? മംഗലാപുരം കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് ഉടുപ്പിയിലുള്ളവർക്കൊക്കെ മലയാളം അൽഹംദുലില്ലാ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ മുത്തഅല്ലിം അല്ലാഹു ആ പൊന്നുമോൻ സമസ്തയെ വല്ലാതെ നെഞ്ചിലേറ്റുന്ന ചെറുപ്പക്കാരന് അല്ലാഹു അൽഹംദുലില്ലാ ആ കുട്ടിക്ക് അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഉമ്മാനെ ഉപ്പാനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അല്ലാഹു ഇവരെയും നമ്മളെല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കൂലേ? എല്ലാരും എഴുന്നേറ്റ്. ഞാനിപ്പോ എങ്ങോട്ട് നോക്കി വഴുത് പറയണമെന്ന്. ഈ സ്റ്റേജ് കാണുമ്പോ എനിക്ക് 60ാമത് വാർഷികത്തിന് 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ ഞങ്ങൾ ഇതുപോലൊരു സ്റ്റേജ് കിട്ടി. 60ാം വാർഷികത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ കൊല്ലം ജില്ലയിൽ ഇതുപോലെ ഇതിനേക്കാളും വലുത്, അതിനകത്ത് 10-350 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ അതേപോലെ ഏകദേശം അത്രയ്ക്കും നീളമുള്ളൊരു സ്റ്റേജ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ബഹർ പോലെ കിടക്കുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാരും എഴുന്നേക്കറോ? ഇൻഷാ അല്ലാഹ് എല്ലാരും എഴുന്നേറ്റ്. എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നിങ്ങളൊക്കെ ആ കസേര ഈ കമ്പിയുടെ അടുത്തോട്ടൊന്ന് കൊണ്ടുവന്ന എല്ലാരും നിങ്ങൾ എടുത്തിരുന്നോളൂ. ഇങ്ങോട്ട് കയറിയിരുന്ന എല്ലാരും, ആ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ടിരുന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇങ്ങനെ കയറിയിരിക്കുക. ആ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചുപേര് ഇപ്പുറത്തോട്ട് കയറിയിരുന്ന ഈ സൈഡ് മാത്രം നോക്കി നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാരും കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എന്റെ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾ, ഈ സംഘാടകരുൾപ്പെടെ ഒരാളും പുറത്തു നിൽക്കരുത്, എല്ലാരും കയറി. അൽഹംദുലില്ലാ. ഇങ്ങോട്ട് വാ. സ്ക്രീനിൽ കാണുന്നതിനേക്കാളും നല്ലപോലെ ഇവിടെ കാണാൻ വന്നോ? ഇങ്ങോട്ട് കയറിക്കും ഇൻഷാ അല്ലാഹ്. കുറെ സ്ക്രീനും. ഇനി ആ പുറത്തു നിൽക്കുന്ന ചങ്ങാതിമാരൊക്കെ മക്കളെ അല്ലാഹ് തരുന്ന ഒരു അവസരം സ്വർഗ്ഗത്തിയിരിക്കാൻ ഇനി ഇപ്പൊ കിട്ടുമെന്ന് വെച്ചാൽ അല്ലാഹു അഅലം. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാരും കയറിക്കുക. അൽഹംദുലില്ലാ. സംഘാടകരുൾപ്പെടെ എല്ലാരും, ഇതിന്റെ സംഘാടക എല്ലാരും നിങ്ങളൊക്കെ കസേരയിട്ട് ഒരാൾ പോലും നിൽക്കരുത്. എല്ലാരും ചങ്ങായി മോനെ ഡാ ആ ചങ്ങായി വിളിച്ച അവിടെ ഇരുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. നീ ഇരുന്നു. ഇൻഷാ അല്ലാഹ്. ഇവിടെ എല്ലാരും കയറിക്കും. VIP ഒന്നും ഇല്ല. എല്ലാരും ആ പുറത്തിക്കണങ്ങ എല്ലാം ഇങ്ങോട്ട് കയറിക്കും. ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് കയറിക്കും. എല്ലാരും കയറിയിരുന്നു. നമ്മളൊക്കെ സമന്മാരാ. അൽഹംദുലില്ലാ. വാ എല്ലാരും കയറിക്കുക. അൽഹംദുലില്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് നിന്റെ സംഘാടകരൊക്കെ പെർമിഷൻ കിട്ടുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ. ഇവിടെ അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഓടി നടന്ന അവസാന സമയമാണ്. അൽഹംദുലില്ലാ. അതിനുവേണ്ടി 2 ഉദ്യോഗസ്ഥന്മാര്, തഹസീൽദാറും അതുപോലെ തന്നെ SV എങ്ങാണ്ടൊക്കെയാണ് കൊടുത്തത്. അൽഹംദുലില്ലാ. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കേറ് ചങ്ങായിമാരെ. അപ്പൊ അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കൂലേ? എവിടെ പോകാനായില്ലേ? അതേ ഞാനും ചോദിക്കണേ. ഇനിയിപ്പോ നമ്മളൊക്കെ എങ്ങോട്ട് പോകാനാ അതറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇനി എങ്ങോട്ട് പോണോന്ന് വെച്ചാ എല്ലാരും വല്ലാത്ത ഭയത്തിലെ. എങ്ങോട്ട് പോണോന്ന് ആർക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി അതിന്റെ വിഷയത്തിലൊക്കെ വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ. നാളെ അൽഹംദുലില്ലാ മൂടുബദ്രയിലല്ലേ നാളത്തെ പരിപാടി? അൽഹംദുലില്ലാ. ഇന്നിപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഇൻഷാ അല്ലാഹ് മൂടുബദ്രയിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കണം. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ചില ആൾക്കാരൊക്കെ വീടിന്റെ പണിയൊക്കെ നിർത്തി. ഇനിയിപ്പോ എന്തിനാ പണിയണേന്ന് ചിന്തിക്കണേ. വലിയ വീട് പണിതുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പണി നിർത്തി, ബിൽഡിങ്ങുകളൊക്കെ നിർത്തി. കാരണം എന്തേ ഉസ്താദ്, ഇതൊക്കെ പണിതിട്ട് വല്ലവനും കൊടുക്കുന്നതിനേക്കാളും നല്ലത് പണിയാതിരിക്കലല്ലോ, ഉള്ള പൈസ കളയണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
ഈ ബില്ല് പാസാക്കിയത് നടപ്പിലാക്കാനല്ല. അതാ മനസ്സിലാക്കണ്ടേ. ഇതിനകത്ത് ഒരുപാട് അജണ്ടകളുണ്ട്, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിലും ഈ ബില്ല് പാസാക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വലിയ ബുദ്ധി കണ്ടെന്ന് പറയുന്ന മഹാന്മാര് ചിന്തിക്കുന്നത് ഇത് നടപ്പിലാക്കലല്ല, മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുത്തുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പേടിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ പടച്ചവനെ ഉമ്മാടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോ ഒരു ചെവിയിൽ ഭാഗം കൊടുത്തു, മറ്റേ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു. എടാ സിറാജൻ മരിച്ച പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം, ഇത് വിളിക്കാൻ പോലും സമയമില്ല എന്ന് പഠിക്കാനാ ബാങ്ക് ഇക്കാമത്തും കൊടുത്ത്. നമ്മളെയാണ് ഇതൊക്കെ കാണിച്ചിട്ട് ഇവര് ഭയപ്പെടുത്താൻ നോക്കുന്നത്. പിന്നെന്തെന്നറിയോ, ഇവര് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും നമ്മളെ കൊണ്ട് അടച്ചിടാനുള്ള ജയില് പണിയുന്നെന്ന് പറഞ്ഞേ. ഈ ജയിലിനെ കുറിച്ച് പറയുമ്പോ പറയുന്നു ചെറിയ റൂമാണ്, അതിനകത്ത് കൊണ്ടുപോയി നമ്മളെ അടച്ചിടുമെന്ന്. പൗരത്വമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോയിട്ട് ആ ചെറിയ ജയിലിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടുപോയി അതിനകത്ത് അടച്ചിടുമെന്നൊക്കെ ഇങ്ങനെ വാട്സപ്പിലും അവിടെ ഇവിടെയൊക്കെ കാണാം. പൊട്ടന്മാരിത് ആരോടാ പറയണേ? നമ്മളോട്. അതാ എനിക്ക് സന്തോഷം, എനിക്ക് അത്ഭുതം. ഇത് ആരോടാ പറയണേ? മുസ്ലിം ഉമ്മത്തിനോട്. എടാ സ്വന്തം വാപ്പ, നമ്മള് കബറ് കാണുന്നവരല്ലേ. പള്ളിപ്പറമ്പിലെ കബറിമാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പറയോ? മഹാനായ തഴവ ഉസ്താദിന്റെ ബൈത്തിൽ കാണാം, കബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ മെല്ലെ നിന്നെ ഇറക്കലും ഒന്നോർക്ക്, ഇതുപോലെ ജീവിതകാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പള്ളിപ്പറമ്പിലെ കബറ് ഇവന്മാരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവന്മാര് ജയിലിനെ കുറിച്ച് നമ്മളോട് പറയില്ല. എടാ സ്വന്തം ഉമ്മാനെ, സ്വന്തം നൊന്തു പ്രസവിച്ച മാതാവിനെ, ജന്മം നൽകിയ വാപ്പാനെ കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഒരു ചെറിയ കുഴിക്കകത്ത് നേരെ തിരിഞ്ഞ് അടക്കാൻ പറ്റണില്ല. ആ കുഴിക്കകത്ത് ഇറക്കി കിടത്തിയിട്ട് പലകയെടുത്ത് നിരത്തിയിട്ട് അതിന്റെ മുകളിൽ പടച്ചോന ഉള്ള മണ്ണെല്ലാം കൂടെ വെട്ടിയിട്ടിട്ട് 2 ചെടിയും നട്ടിട്ട് പോണ നമ്മളോടാ പറയണേ ജയിലിൽ കൊണ്ടിടുമെന്ന്. ആലോചിക്കേ, ആരോടാ ഇത് പറയണേ? ഈ അവസാനം ഈ കബറിന്റെ ചാരത്തുനിന്ന് പിരിയുമ്പോ നമ്മൾ പറയണ ഒരു സലാമുണ്ട്, അതിന്റെ അർത്ഥമെങ്കിലും ഇവന്മാര് പഠിച്ചാൽ മതിയായിരുന്നു. നമ്മൾ പള്ളിപ്പറമ്പിൽ പോയിട്ട് അവസാനം ഖബർസ്ഥാൻ കാണുമ്പോ നമ്മൾ എന്താ പറയണ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖു. എന്താ ഇതിന്റെ അർത്ഥം? എന്താ? സമയം കിട്ടുമ്പോ ഇമാരൊക്കെ ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കേണ്ടതാ. എന്തേ പറയണേ? വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് എന്നിട്ട് പറയാം അസ്സലാമു അലൈക്കും വാപ്പാ, ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങോട്ട് തന്നെയാ വരണേന്ന്. വാപ്പാടെ പള്ളിപ്പറമ്പിൽ പോയി നിന്ന് ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും വെള്ളിയാഴ്ചയും എപ്പോ പള്ളിയിൽ പോയാലും ഖബർസ്ഥാന് കാണുമ്പോ നമ്മൾ പറയുന്നത് വീടും പറമ്പും ഒന്നുമല്ല, അവസാനം ഇങ്ങോട്ട് തന്നെയാ വരണേ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഖബർ നോക്കിയിട്ട് പറയണ നമ്മളോടാ ബില്ല് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ നിൽക്കണേ. അള്ളാഹു അവന്മാര് പേടിക്കാതിരുന്നാ മതിയായിരുന്നു. എന്തൊക്കെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, നമ്മൾ ഒരുത്തനെയും ഭയപ്പെടരുത്. അല്ല ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആ 2 ചെറുപ്പക്കാരുടെ വീട്ടിൽ പോയിട്ടാ വരണേ, ആ 2 ശുഹദാക്കളുടെ വീട്ടിൽ പോയിട്ടാ വരണേ. അള്ളാഹുബെ പടച്ചവനെ, ആദ്യം പോയ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ മകനുണ്ട് മകളുണ്ട്, 2 ചെറിയ കുട്ടികള്. ആ മക്കളോട് വെച്ചു, മക്കൾ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. ഞാൻ അവരോട് പറഞ്ഞത്, ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാപ്പ എത്ര വലിയ ഭാഗ്യവാനാ. 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടിയ ചങ്ങാതിയ. ഉസ്താമാർക്ക് കിട്ടും അത്. അള്ളാന്റെ ദീനിനു വേണ്ടി പോരാടി വീര്യമൃത്യം വരിച്ച ശുഹദാക്കൾക്ക് 70 പേരെ കൊണ്ടുപോകാം. ആലിമിന് 10 പേര്, ഹാഫിലിന് 40 പേര്. ഞാൻ പറഞ്ഞു, എത്ര വലിയ ഭാഗ്യം നിങ്ങളുടെ വാപ്പായ്ക്ക് അള്ളാഹ് കിട്ടിയ. മക്കൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വാപ്പായ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാൻ. അതിനപ്പുറത്ത് മറ്റൊരു വീട്ടിൽ പോയപ്പോ ആ പിതാവ് ഇരുന്ന് കരയുകയാ. ഞാൻ ആ പിതാവിനോട് ചോദിച്ചു, ഇത്രയും കൊല്ലം ഒരു ഷഹീദിനെ വളർത്താൻ അള്ളാഹ് നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? അതിന് ശുക്ർ ചെയ്യും. ഒരു ഷഹീദിനെ വളർത്താൻ ഭാഗ്യം അള്ളാഹ് നൽകിയില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിക്കണത് വെടികൊണ്ടാണെങ്കിലും വെട്ടുകൊണ്ടാണെങ്കിലും എവിടെ കിടന്നാണെങ്കിലും മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. അത് മാത്രമേ ഒരു മുസ്ലിമിന് ആഗ്രഹമുള്ളൂ. നമ്മൾ അതിനു വേണ്ടിയാ ജീവിക്കുന്നത്. നമ്മൾ ആരെന്നറിയോ? ലോകത്ത് ഇന്ന് വരെ ആരെങ്കിലും നല്ല മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
നമ്മളല്ലാതെ ഈ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും അള്ളാഹുവെ നല്ല മരണം തരണേ അല്ല, വെള്ളിയാഴ്ച രാവിലെ മരിക്കണേ അല്ല, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ല, മുസ്ലിം അല്ലാതെ ലോകത്ത് വേറെ ഒരാൾ ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നല്ല മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവന്മാരുടെ ഓലപ്പാമ്പുകൾ കണ്ട് പേടിക്കാൻ നിന്നാ പിന്നെ പേടിക്കാനേ സമയം കാണത്തുള്ളൂ. ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ള തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പലതും. ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്റെ ജീവിതം എന്താ അള്ള തീരുമാനിച്ചു വെച്ചതാ, ഞാൻ അനുഭവിക്കണ്ടേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, നീയൊക്കെ കരുതിയ ഓസിന് പോകാൻ പറ്റണ സ്ഥലവാ സ്വർഗമെന്ന്? അള്ള ചോദിക്കാം, വാപ്പാ 1951 പ്രമാണവും തെരഞ്ഞെടുക്കണ കാക്കാമാരോട് ഞാൻ ചോദിക്കാം, അള്ള പറഞ്ഞെന്തെന്നറിയോ? നീ ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗം എന്ന് പറയുന്നത് ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല. എന്തിനാ അബൂബക്കർ, ഒരുപാട് സഹാബത്തിന്റെ ചരിത്രം, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ ഖുർആൻ പറഞ്ഞ എന്തിനാ? അള്ളാഹു അവരുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി പച്ചയിറച്ചി വലിച്ചെടുത്തു, കഴുത്തു വെട്ടിമാറ്റി, കരളുമൊക്കെ ചവച്ചു തുപ്പി. ഇതൊന്നും വെറുതെ പറഞ്ഞല്ല, ഇതൊക്കെ നമ്മൾ ഒരു കാലത്ത് അനുഭവിക്കണം, എങ്കിലേ സ്വർഗം കിട്ടൂ. അല്ലാതെ രണ്ടുമാര് വടിയെടുത്തോണ്ട് വരുമ്പോ പടക്കം പൊട്ടിക്കുമ്പോ ഓടുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുക, നമുക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ഒരു ഉപദേശം. ഈ പഴയ ആൾക്കാർ പറയും ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകുന്ന. അൽഹംദുലില്ലാ, ഈ മോഡി സാറിനെ കുറിച്ചും അല്ലെങ്കിൽ മോഡിയെ കൊണ്ടും അമിത്ഷായൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ ആമീൻ പറയാ ഒരു മടി. അവരെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടായിട്ടില്ലേ? ഞാൻ ഒരു ഗുണം പറഞ്ഞു തരട്ടെ. ഇവന്മാരെ കൊണ്ട് നമുക്കുണ്ടായ ഒരു നേട്ടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിൽ എത്ര സംഘടനകളുണ്ട്? കൈ എവിടെ കെട്ടണം, മരിച്ചവര് കേൾക്കുവോ, തറാവി 8 ആണോ 10 ആണോ 20 ആണോ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ചർച്ച. ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ഇവിടെ കിടന്ന് തലകുത്തി നടന്നു. എത്രയോ പേര് പടച്ചവനെ ഈ സംഘടനകളെയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി നടന്നിട്ട് ഇന്ന് വരെ നടന്നോ? ഇവന്മാരെ കൊണ്ട് അത് പറ്റിയില്ലേ? ഇന്നിപ്പോ എറണാകുളത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു 5 ലക്ഷം പേര് പങ്കെടുത്ത ഒരു വലിയ പരിപാടിയുണ്ട്. അതിനകത്ത് എല്ലാവരും ഉണ്ട്. ആലിക്കുട്ടി ഉസ്താദുണ്ട്, കാന്തപുര ഉസ്താദുണ്ട്. പടച്ചവനെ എല്ലാ സംഘടനകൾ ആൾക്കാർ ഇതുപോലെ നിരന്നിരിക്കാം. അത് ഇവന്മാരെ കൊണ്ട് പറ്റിയ ഒരു ഉപകാരമല്ലേ? സത്യം പറ, ആണോ അല്ലേ? എനിക്കെന്താ പറയാൻ മടിയണ്ട? അവരെ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഉപകാരമല്ലേ? അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹു ശുക്ർ ചെയ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ കിയാമത്ത് നാൾ വരെ നോക്കിയാൽ പറ്റാത്ത കാര്യം ഇവന്മാരെ കൊണ്ട് ഒരൊറ്റ നിയമം പാസ്സാക്കിയപ്പോ പറ്റി. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ചിന്തിക്ക്. നമ്മളെ ഭയപ്പെടുത്താൻ ഒരാളെ കൊണ്ട് പറ്റൂല. അള്ളാഹുവിനെ മാത്രം ഭയക്ക്. അള്ള നമ്മളെ കൈവിടൂല. പടച്ചോണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാൽച്ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണുണ്ടല്ലോ, ഇവിടെ നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കരിക്കുന്ന അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരുത്തന്റെ ഒരു കണ്ണീന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അത് ശാപം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാനെ ഭയന്ന് ജീവിക്ക്. അവനവന്റെ ഈമാൻ സംരക്ഷിക്കാൻ നോക്ക്. സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരവ പാഴാക്കി കളയരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അൽഹംദുലില്ലാ, പ്രകടനങ്ങൾ നടത്താൻ പറ്റും, പ്രതിഷേധങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുള്ള പള്ളി കമ്മിറ്റിക്കാരോട്, ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും വലിയ ആയുധം പ്രകടനമോ പ്രതിഷേധമോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ആറ്റം ബോംബിനേക്കാൾ, ഏത് വലിയ മിസൈലുകളെക്കാളും പവറുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. എന്താ അത്? ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുആയെക്കാളും വലിയ ഒരു ആയുധമില്ല. ഊരി പിടിച്ച വാള്, ഒടിഞ്ഞ കുന്തങ്ങള്, ഒട്ടിയ വയറ്. 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ ശത്രുക്കളുടെ എണ്ണ അറിയാലോ. പിറ്റേ ദിവസം ഒട്ടകത്തെ ചുട്ട് കള്ളും കുടിച്ച് തിന്നിട്ട് പോയവന്മാരാ. അവന്മാരുടെ മുന്നിലേക്ക് 313 ബദരീങ്ങൾ ഇറങ്ങിപ്പോയപ്പോ അള്ളാഹുവെ പടച്ചവൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ദുആയായിരുന്നു, ഈമാനായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നതിന്റെ നിങ്ങളൊക്കെ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. കേരളം പോലെയല്ല നിങ്ങളുടെ നാട്.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ മഹല്ലുകളിലും ഉസ്താദന്മാർ, ഓരോ മഹല്ലുകൾ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവര് ദുആ എന്ന് പറയുന്ന ആയുധമാണ് പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ തീരുമാനിക്കണം, ഓരോ പള്ളി കമ്മിറ്റിയും ഉസ്താദന്മാരും പറയണം, ഇൻഷാ അല്ലാഹ് ഒരു വ്യാഴാഴ്ച ദിവസം എല്ലാവരും നോമ്പ് പിടിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട്, സംഘടനകൾ മറന്നുകൊണ്ട് എല്ലാവരും ഒരു ദിവസം നോമ്പ് പിടിച്ചിട്ട് അന്ന് നോമ്പ് തുറക്കാൻ പള്ളി കൂടണം. അന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ മഹല്ലുകളിലും ഉസ്താദന്മാരും നാട്ടുകാരും നോമ്പ് പിടിച്ച് എല്ലാവരും പള്ളിയിൽ കൂടിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ദുആ അങ്ങ് എടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ, അത് തടയാൻ ആരെക്കൊണ്ടും പറ്റൂലല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് ആ ആയുധം പ്രയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പുറത്ത് നിൽക്കുന്നവരൊക്കെ കേറി അകത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്ക്. ഇനി ഒരു അവസരം കിട്ടണമെന്നില്ല. ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഇനിയിപ്പോ ജയിലിലാണോ എവിടെയാണെന്നറിയില്ല. എവിടെയാണെങ്കിലും അള്ളാഹു നമുക്ക് സുഖവാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ ചങ്ങായിമാരെ, നിങ്ങൾക്ക് എന്തൊരു സന്തോഷമില്ലാത്ത ഇരിക്കല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ഈ സദസ്സ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ചങ്ങായിമാരെന്തിനപ്പം നിക്കണേ? ആ നീളോ, എന്നെക്കാലും നീളമുള്ള കാക്ക, നിങ്ങളെങ്കിൽ വാ, എല്ലാരും കയറിയിരിക്കണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരലോകത്തെ കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഇവിടുന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ആദ്യമായിട്ട് ഊതുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്യുന്നത് പോലെ അവിടുന്ന് ആകാശത്ത് നിന്ന് തീമഴകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു. ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും തകർന്നു തരിപ്പണമാകുന്നു. അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും നശിക്കുകയാണ് ശവപ്പറമ്പ് പോലെ. അല്ലാഹുവേ, അധികാരമുള്ളവനും പണമുള്ളവനും പണമില്ലാത്തവനും കൊട്ടാരത്തിൽ കഴിയുന്നവനും കുടിലിൽ കിടക്കുന്നവനും ആൾബലമുള്ളവനും സർവ്വരും അല്ലാഹുവേ മണ്ണിനടിയിലേക്ക് പെട്ടുപോകുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമായി. അല്ലാഹുവല്ലാതെ പിന്നെ ഈ ലോകത്തൊരു മഖ്ലൂഖുമില്ല. അത് കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായിൽ എന്ന് പറയുന്ന മലക്കിന് റൂഹ് കൊടുത്തിട്ട്, അത് കഴിഞ്ഞ് പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിന് അവിടുന്ന് റൂഹ് കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവിടുന്ന് പറയുന്നു, ഇസ്രാഫീൽ, പിന്നെയും സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോദാൻ പറയുമ്പോൾ ആ മലക്കഥാ സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. മണ്ണിന്റെ അടിയിലേക്ക് പെട്ടുപോയവർ മുഴുവനും പടച്ചവനെ അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നറിയുമോ? എല്ലാവരെയും നല്ലതുപോലെ കുളിപ്പിച്ചു, സുഗന്ധങ്ങളെ തേച്ചു, പുതിയ വസ്ത്രത്തിൽ പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി മനുഷ്യന്റെ കൂടത്തിലാണ് കബറടക്കുന്നത്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് മനുഷ്യന്റെ കൂടത്തിലല്ല, പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് കടന്നു വരുന്നത്. പല വ്യത്യസ്തമായ രൂപങ്ങളിലോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സ്വഹാബ, പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പിൻകാലങ്ങളിൽ കുടികുത്തി വെച്ചിട്ട് വരുന്നവർ, ഇതുപോലെ 41 വിഭാഗത്തിലെ ജനങ്ങളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എല്ലാവരും നഗ്നരാണ്. പ്രസവിച്ചിട്ടതുപോലെ ആണും പെണ്ണും വസ്ത്രം ധരിച്ചത്
ചൂടില്ല, ഒരാൾക്കും വസ്ത്രമില്ല. എല്ലാവരും പേടിച്ച് വിളച്ചുകൊണ്ട് തലതാറ്റി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങളെ മുഴുവനും കിടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചെമ്പിന്റെ തറയാണല്ലോ, ചെമ്പിന്റെ തറയിലാണ് ജനങ്ങളെ മുഴുവനും നിൽക്കുന്നത്. 15 ലക്ഷത്തോളം വരുന്ന കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ അന്നത്തെ ദിവസം നമ്മുടെ തലയുടെ മുകളിലോ ഉൾജാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തലയുടെ മുകളിൽ നിൽക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മുടെ തലച്ചോറുണ്ടല്ലോ, നമ്മുടെ തലച്ചോറുണ്ടല്ലോ ചൂട് സഹിക്കാൻ കഴിയാതെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് തിളയ്ക്കുകയാ. ആനായ തലവസ്ഥാത് വിശദീകരിക്കുന്നുണ്ട്. ചൂടുള്ള നാളുണ്ട് ഖിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ, വണ്ടോഷവണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തന്നു ചെന്നാൽ കോള, തലച്ചോറ് തിളയ്ക്കുകയാണ്. എന്നിട്ടിങ്ങനെ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാണ്. പടച്ചവനെ, ഭയാനകമായ ദിവസം അല്ലാഹുവേ, ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിനകത്ത് മുങ്ങുകയാണ്. ആ ഭയാനകമായ ദിവസത്തിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുകയാണ്, പടച്ചവനെ, മാതാപിതാക്കളോ കൂടപ്പുറപ്പോ ഭാര്യയോ മക്കളോ മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ കോടതിയിൽ അല്ലാഹുവേ ആദം നബിയുണ്ടല്ലോ. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, അവരുടെ സമുദായങ്ങള് എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സഹാബാ, അതാ മലക്കുകൾ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരികയുള്ളൂ. സർവ്വപ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളതാ അവിടുന്നൊരു സിംഹാസനം കൊണ്ടുവരികയാണ്. മനോഹരമായ ഒരു സിംഹാസനം, കണ്ടാ കൊതി തോന്നുന്ന, കണ്ടാ അത്ഭുതം തോന്നുന്ന മനോഹരമായ ഒരു സിംഹാസനം ഇങ്ങനെ കൊണ്ടുവരികയാണ്. എല്ലാവരും അതിലേക്ക് നോക്കുകയാണ്. ആർക്കുള്ളതാ പടച്ചവനെ? ആ സിംഹാസനം ആർക്കുള്ളതാണ്? പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോ, ആ സിംഹാസനം ആർക്കുള്ളതാ നബിയോ? പ്രവാചകന്മാർക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല സഹാബ, സുഹൃതാക്കൾക്കുള്ളതാണോ? അല്ല സഹാബ, പിന്നെ ആർക്കുള്ളതാ നബിയോ? ആ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, ആ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, അതാർക്കുള്ളതാ നബിയോ? അതിന്റെ അവകാശികൾ ആരാ നബിയോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ ഒരു സ്വർണ്ണത്തിന്റെ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, അത് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയുമോ? ആ സിംഹാസനത്തിന്റെ അവകാശിയാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, സ്വഹാബ
يتحابون في الله. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. ആദം നബി മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സിംഹാസനം കൊണ്ടുവന്നിടുകയാണ്. മനോഹരമായ സിംഹാസനം. അത് കാണുമ്പോൾ എല്ലാവർക്കും അതിലൊന്നിരിക്കാൻ, അത് അല്ലാഹുവേ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നു. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ അത് പ്രവാചകന്മാരുടെ ഇരിപ്പിടമാണോ? അല്ല, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കൾക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ആ സിംഹാസനം ആർക്കുള്ളതാ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാ. അല്ലാഹു ആ സിംഹാസനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്ത് ഉടുപ്പിയുടെ ഈ നാട്ടിലേക്ക് ഞാൻ കടന്നു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിംഹാസനത്തിൽ ഒരിടം എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള കൂട്ടുകാരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2020 നമ്മളിലേക്ക് കടന്നു വന്നു. ആ 2020 ഒന്നാമത്തെ രാത്രിയിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പോരായ്മകളും അല്ലാഹു അവന്റെ കരുണ കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ നിങ്ങളുടെ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടുകാരനാകാൻ വന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കൂട്ടുകാരൻ നിങ്ങളോട് ഒരു നന്മ പറഞ്ഞു തരികയാ. ഇന്നത്തെ രാത്രി വരെ 2020 ജനുവരി മാസം 1-ാം തീയതി ഇശാ നമസ്കാരം കഴിഞ്ഞു. രാത്രി 10:13 ഈ സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവങ്ങൾ, കള്ളുകുടിച്ചോ, വ്യഭിചരിച്ചോ, പലിശ തിന്നോ, കഞ്ചാവടിച്ചോ, മയക്കുമരുന്നടിച്ചോ, നീ എന്തു പാവം ചെയ്തവനാകട്ടെ, ഇന്നത്തെ രാത്രി വരെ നിന്റെ ജീവിതത്തിൽ 20, 25, 30, 35, 40, 45, 50, 55 വയസ്സ് വരെ പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ നിമിഷം വരെ ചെയ്തു പോയ സർവ്വ പാവങ്ങളും കഴുകിക്കളയാൻ ആഗ്രഹമുള്ള എല്ലാവരും ഒന്ന് കൈവക്കിക്കേ. ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അന്ത പരകയ്യന്മാരുണ്ടാ? പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ചിലപ്പോ ഇതിന്റെ പേരിലായിരിക്കും ചിലപ്പോ നമ്മൾ രക്ഷപ്പെടുന്നത്. റോഡി കടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞാൽ സ്വർഗം ഉണ്ടെന്ന, ചാവാൻ കിടന്ന ഒരു നായിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഈ കൈപൊക്കിയതിന്റെ പേരിലായിരിക്കും രക്ഷപ്പെടുന്നത്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ സർവ്വ പാപങ്ങളും പൊറുക്കാൻ പറ്റുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ. ചെയ്യുവോ? ഇന്ന് വരെ ഹജറുൽ അസ്വദ് മുത്തിയ പാവം പൊറുക്കണല്ലോ, അതിന് മക്കത്ത് പോകണം. അവിടെ പോയാൽ മുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഇടിയായിരിക്കും, മുത്തൽ നടക്കത്തൊന്നുമില്ല. അപ്പൊ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഇരുന്നോത്, അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഓതാൻ ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂലേ? അതിനും മടിയാ, ഓതൂലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ ആയത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്ക് ഒരു 11:30 വരെ. ആ ആയത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ 11:30 വരെ ഇവിടെ ഇരിക്കണം. ഇപ്പൊ കിട്ടൂല. ഓസിനങ്ങനെ മേടിച്ചിട്ട് പോണ്ട. ആയത്ത് ഇപ്പോഴേ ഞാൻ പറഞ്ഞ പിന്നെ അതിനൊരു മഹത്വം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ട് കിട്ടുന്നതിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 11:30 വരെ ഇരിക്കാനുള്ള മനസ്സെങ്കിലും ക്ഷമയെങ്കിലും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ സന്തോഷത്തോടു കൂടി ആ ആയത്ത് ഓതി തൗബ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച സ്വർഗം കിട്ടും.
അള്ളാഹിന് വേണ്ടി സ്നേഹിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ നാളെ അള്ളാഹുവിന്റെ പടച്ചവൻ നമുക്കൊരു സ്ഥാനം തരുമെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്, കൂട്ടുകാരനാകാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരനെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു കൂട്ടുകാരനെ പരിചയപ്പെടുത്താം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷക്കാലം നടന്ന സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ് അനസ് തങ്ങൾക്ക്. പ്രവാചകന്റെ കൂടെ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാദിമാണ്, പ്രവാചകന്റെ ഖാദിമായിരുന്നു അനസ് റളിയല്ലാഹു തആല അൻഹു. ആ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ താബിഈങ്ങളിൽപ്പെട്ട, എന്റെ പ്രിയപ്പെട്ടവരെ, താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവിടുന്ന് ചരിത്രത്തിൽ കാണാം, റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു, താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവിടുന്ന് പറഞ്ഞു, നിങ്ങളെ എങ്ങാണം എന്റെ മുത്തുനബി കണ്ടിരുന്നെങ്കിൽ. അവിടെന്ന് പറയുന്നു, റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരനായ മഹാനായ റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 10 വർഷക്കാലം ജീവിച്ച അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റബീയാ, നിന്നെ എങ്ങാണം അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്നെങ്കിൽ. അവിടുന്ന് ദാ പറയുകയാണ്, അനസ് തങ്ങൾ പറയുന്നു, അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെങ്ങാണം, അവിടുന്ന് പറയുന്നു, റബീയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാണം നിന്നെ കണ്ടിരുന്നെങ്കിൽ അവിടുന്ന് ഇഷ്ടപ്പെടുമായിരുന്നു. റബീയാ, അനസുതങ്ങളതാ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറയുകയാണ്, നബി നിന്നെ കണ്ടിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ കണ്ടിരുന്നെങ്കിൽ പ്രവാചകൻ നിന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അനസുതങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തുകൊണ്ടാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടാൽ സ്നേഹിക്കുമായിരുന്നു എന്ന് മുത്തുനബിയുടെ കൂടെ നടന്ന സ്വഹാബി പറയാനുള്ള കാരണമെന്താ? അതിനുള്ള യോഗ്യത എന്തായിരുന്നു? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന യോഗ്യത എന്തായിരുന്നു? ആരാ? റബീ ഇബ്നു ഹുസൈം എന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ആയത്ത് എഴുതിയപ്പോ മഹാനായ റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റായത്ത് കേട്ടപ്പോ മരണത്തിന് ശേഷമുള്ള ഖബറിനെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന ആയത്ത് എഴുതിയപ്പോ കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിലോ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ഒരു കബറ് കുടിക്കുകയാ. തന്റെ വീടിന്റെ മുന്നില്, വാതിലിന്റെ മുന്നില് റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു കബറ് കുടിക്കുകയാണ്. കബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി വെളുപ്പാങ്കാലത്ത് റബീ ഇബ്നു ഹുസൈം എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്നപ്പോ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്തേക്ക് അവിടുന്ന് ഇറങ്ങുകയാണ്. ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് ഇറങ്ങി അങ്ങോട്ട് മയ്യത്ത് കിടക്കുന്നത് പോലെ കിടക്കുകയാ. എന്നിട്ട് അതിനകത്ത് കിടന്നുകൊണ്ട് പറയുകയാണ്, ഖാല റബ്ബി ഇർജിഊനി, അല്ലാഹുവേ, പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുന്ന കബറാളികളെ പറയുന്നത് പോലെ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുന്ന കബറാളികൾ അവിടെ കിടന്ന് യാചിക്കുന്നു, എനിക്കൊരവസരം കൂടെ നൽകിയാൽ, എനിക്ക്
ഒരു ചാൻസ് കൂടെ നൽകിയാൽ പടച്ചവനെ നിസ്കരിക്കാൻ തമ്പുരാനോ, ഖുർആൻ ഓതാൻ തമ്പുരാനോ, ദിക്റുകൾ പറയാൻ തമ്പുരാനോ, സദഖകൾ കൊടുക്കാൻ തമ്പുരാനോ, എനിക്കൊരവസരം താ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തുകൾ യാചിക്കുമെന്ന അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റിട്ട് വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്കൊരവസരം കൂടെ ഞാൻ ഒരുപാട് നന്മകൾ മയ്യത്തുകൾ കിടന്ന് വിലപിക്കുന്നത് ഖബറിന്റെ അകത്ത് കിടന്ന് വിലപിക്കുകയാണ്. ഖബറിന്റെ അകത്ത് കിടന്ന് വിളിച്ചു പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് ദുനിയാവിലേക്ക് ഇറങ്ങിപ്പോയി. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്, ഒരുപാട് ഇബാദത്തുകൾ എടുക്കുകയാണ്. അവസാനം വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നു. വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്തും വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് അതിനകത്ത് കിടന്ന് കരയുന്നു, നാഥാ ഒരവസരം കൂടെ താ, നന്മ ചെയ്യാൻ ഒരവസരം കൂടെ താല്ലോ. ഖബറിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. അവസാനം എഴുന്നേറ്റ് വീടിന്റെ അകത്ത് കയറി. പിന്നെ രാത്രി മുഴുവനും ഇബാദത്താണ്. ഇങ്ങനെ ജീവിച്ചിരുന്ന റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അനുസരങ്ങൾ പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ കണ്ടിരുന്നെങ്കിലോ നബി സ്നേഹിക്കുമായിരുന്നു എന്ന് പറയാറുള്ള കാരണമെന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെ ആരെയെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണോ? നബിയുടെ കൂട്ടുകാരാകണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാകണോ? ചെറുപ്പക്കാരാ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പച്ചക്കുപ്പയുടെ മകത്തത്തിൽ കടന്നു വന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാകണോ? മുത്തുനബി സ്നേഹിക്കുന്ന പെണ്ണാകണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റബീഅത്ത് ബിൻ ഹുസൈമിനെ പോലെയാകൂ, റബീഅത്ത് ബിൻ ഹുസൈമിനെ പോലെയാകൂ. ആ ചെറുപ്പക്കാരന് 6 നന്മ കൊണ്ടുണ്ടായിരുന്നു. ആ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്കൂ. ഈ പറയുന്ന 6 നല്ല ഗുണങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാ, മുത്തുനബി നിന്നെ സ്നേഹിക്കും ചെറുപ്പക്കാരാ, മുത്തുനബി നിന്നെ സ്നേഹിക്കും ബാബാ, മുത്തുനബിയുടെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊരു സ്ഥാനമുണ്ടാകുമെന്ന് ചരിത്രം പറയുകയാ. റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹാദിമായി നടന്ന അനസ് തങ്ങൾ പറയുകയാ, നിന്നെ എങ്ങാനും പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ എന്റെ നബി നിന്നെ സ്നേഹിക്കുമായിരുന്നു, എന്റെ മുത്തുനബി നിന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം നിനക്കതിനുള്ള യോഗ്യതയുണ്ട്, നിനക്കതിനുള്ള അർഹതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം ആ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കില്ലാതെ പോയത്. ഈ സദസ്സിലിരിക്കുന്ന നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. ഈ പറയുന്ന 6 നല്ല ഗുണം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമ്മൾ മുത്തുനബിയുടെ കൂട്ടുകാരാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, മുത്തുനബിയെ സ്വപ്നം കാണാൻ, അള്ളാഹുവെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖായ തങ്ങളെ ഒരു വട്ടമെങ്കിലും ഒന്ന് സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചോനെ.
ഞങ്ങൾക്ക് ഈ ഭാഗ്യം നൽകണേ പടച്ചോനെ. കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്, എനിക്ക് ആഗ്രഹമുണ്ട്. 33 കൊല്ലമായി ഞാനും പരിശ്രമിക്കുന്നു, ഇതുവരെ പറ്റിയില്ല. മുത്തുനബിയെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. നമ്മളൊക്കെ പറയും മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടം, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ. എന്നാ സ്നേഹമെന്നറിയോ പടച്ചോനെ. മൗലിദ് മദ്ഹ് എല്ലാം അത് കഴിഞ്ഞ മടക്കി ആണ്ട് നടത്ത വർഷത്തിൽ 12 ദിവസത്തെ ആണ്ട്. ആ സ്നേഹമല്ല എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്നേഹിച്ചിട്ട് മുത്തുനബിയെ കാണാൻ ഞാൻ ആലോചിക്കുന്നത് 33 കൊല്ലം കൊണ്ട് ഞാൻ വഅദ് പറയും, സ്വലാത്ത് പറയും, മദ്ഹ് പറയും, മൗലിദ് ഓതും, എല്ലാം ചെയ്യും. 33 കൊല്ലമായിട്ട് എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കള്ളനാണെന്നാണ്. എന്റെ സ്നേഹം കള്ള സ്നേഹമാണ് ഞാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതാണല്ലോ 33 കൊല്ലം കൊണ്ട് ഞാൻ പരിശ്രമിച്ചിട്ട് മുത്തുനബി എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ സ്നേഹം കപട സ്നേഹമാണ്. അള്ളാഹു അത് നല്ല നിലയിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് 33 ആയുള്ളൂ. സ്റ്റേജിൽ 50 കഴിഞ്ഞ് ഇരിപ്പുണ്ട്. സ്റ്റേജിലും പുറത്തു ഇരിക്കുന്നവർ എന്നെക്കാലം വയസ്സ് മൂത്തവരുണ്ട്. എന്തേ വാപ്പ പറ്റാത്ത? ഒരുപാട് നബിദിനം ആഘോഷിച്ചല്ലോ, ഒരുപാട് ചീരണി നിന്നല്ലോ, ഒരുപാട് മൗലിദ് ഓതിയല്ലോ, ഒരുപാട് സലാത്ത് പറഞ്ഞല്ലോ. എന്തേ നിന്നെ കൊണ്ടും പറ്റാത്തത്? അപ്പൊ കള്ളസ്നേഹം ആയതുകൊണ്ടല്ലേ? അപ്പൊ അതുകൊണ്ട് മുത്തുനബിയെ കാണാനും ഒരു എളുപ്പ വഴിയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓത്. നീ മദീനത്തൊന്നും പോണ്ട, ആ മദീനത്ത് കടന്നുറങ്ങണ നബി നിന്നെ കാണാൻ നിന്റെ വീട്ടിൽ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആയത്തൊക്കെ പിന്നെ പഠിക്കാം. ആ ലൈറ്റിന്റെ ചുവട്ടിൽ കുറച്ച് ചങ്ങാതിമാര് നിൽക്കുന്നുണ്ട്, ഇവിടെയും കുറച്ചു പേര് നിൽക്കുന്നുണ്ട്. എന്തിനാ മക്കളെ നിക്കണ? എടാ സ്വർഗത്തിൽ കയറി ഇരടാ അനിയന്മാരെ. സംഘാടകരാണെങ്കിലും ഒരു ബക്കറ്റ് പിരിവുണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവെടുക്കാൻ വേണ്ടിയാ ഇവരൊക്കെ. അത് അവരുടെ ജോലി അതുകൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. പൊക്കിയോ? ആ പൊക്കിയ കൈ നേരെ ഒന്ന് പോക്കറ്റിട്ടെ. ആ പൊക്കിയ സംഘാടകര് ബക്കറ്റ് എടുത്തേ. സംഘാടകര് ബക്കറ്റ് പിരിവില്ലേ? അപ്പൊ ബക്കറ്റ് പിരിവ് നല്ല ദിവസം പറയാ. ബക്കറ്റ് എന്നല്ലേ പാട്ടപ്പിരിവുണ്ട്. സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരെ പൊക്കിയില്ലേ? ആ പോക്കറ്റിലോട്ട് ആ കയ്യൊന്നിട്ടിട്ട് ഒരു സദക്ക എടുത്ത്. ആർക്കാ നേട്ടം? ആർക്കാ നേട്ടം? നിന്റെ പൈസ അള്ളയ്ക്ക് വേണോ? വേണ്ട. എടാ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. മംഗലാപുരത്ത് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറയാ ഇനി മരുന്നുകളൊന്നുമില്ല, മോളിയിരിക്കണ ആള് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കൊണ്ടുപോക്കോളാൻ. അപ്പം മോനെ 1001 രൂപ പള്ളിയിലെ ഖത്തീബിന്റെ കൈ കൊടുത്തേരെ ദുആ ചെയ്യാൻ. ആർക്ക് വേണം നിന്റെ 1001 രൂപ? അപ്പോഴാ കൊടുക്കണ്ടേ? എടാ 2 കിഡ്നിയും തകർന്നു പോയി. പടച്ചവനെ മാറ്റിവെക്കാൻ 35-40 ലക്ഷം രൂപ വേണം. 35-40 ലക്ഷം രൂപ വേണം. ആ സമയത്ത് 501 രൂപ പള്ളിക്ക്. അപ്പോഴല്ല മോനെ കൊടുക്കേണ്ടത്, ഇപ്പൊ കൊടുക്ക്. എടാ നീ നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട. മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു നല്ല സദക്ക 10 രൂപ എടുത്താൽ മതി. ഇപ്പോ നിന്റെ കയ്യിലുള്ളതിൽ നിന്നൊരു നല്ല സദക്ക എടുത്തിട്ട് അൽഹംദുലില്ലാഹ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളുടെ പേരിൽ അൽഹംദുലില്ലാഹ് ബഹുമാനായ മിത്തബ ഉസ്താദ് പറഞ്ഞു തുടങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. മനസ്സറിഞ്ഞുകൊണ്ട്, ഞാനല്ല പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബിയല്ലേ പറഞ്ഞേ? കള്ളം പറയോ? മുത്തുനബി കള്ളം പറയോ? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അസ്സദഖത്തു റദ്ദുൽ ബലാ, ക്യാൻസർ മാറ്റും, ട്യൂമർ മാറ്റും, കിഡ്നി രോഗം മാറ്റും, സ്റ്റോക്ക് മാറ്റും, നിന്റെ സർവ്വ രോഗങ്ങളും മാറ്റാൻ നീ കൊടുക്കുന്ന ഈ ചെറിയ സദക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവേ എന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ച് മരുന്ന് വാങ്ങുന്ന ഒരു രോഗവും മരിക്കുന്ന കാലം വരെ എനിക്ക് തരല്ലേ അല്ലാ എന്ന ഒരു നല്ല നിയത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക എടുത്ത് ഇൻഷാ അല്ലാഹ് സംഘാടകരെ ചങ്ങായി പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാഹ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ പഠിച്ചു അൽഹംദുലില്ലാഹ് എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു, മുത്തുനബി പറഞ്ഞ ഹദീസ് കേട്ടിട്ട് കൊടുക്കുന്നവരാണ്. അറുത്തു മുറിക്കുന്ന എല്ലാ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. കൈകാലുകൾ വെട്ടിമുറിക്കുന്ന രോഗം കൊടുക്കല്ല അല്ലാഹ്. ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് നല്ല സദഖ കൊടുക്കുന്നു, ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടപ്പുറപ്പുകളും മരിച്ചാ മതി എന്ന് ദുആ ചെയ്യുന്നത് വരെ അവരെ നീ എത്തിക്കല്ലേ എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ആ പാട്ടയുമായിട്ട് പോയി ചങ്ങാതി എന്ത് മോനെ നീ പതുക്കെ പോയാ മതി കേട്ടോ. എല്ലാവരുടെ നിന്റെ പെങ്ങളെ കെട്ടിക്കാനോ വീട് വെക്കാനോ അല്ല. അതുകൊണ്ട് ബക്കറ്റ് പിരിവിന് പോകുന്ന ആട് സമാധാനത്തിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 6 ഗുണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടതാ ചെറുപ്പക്കാരാ. ഈ പറയുന്ന ഗുണങ്ങളെങ്ങാനും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവളാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരിയാകാൻ നിനക്ക് കഴിയും. പെങ്ങള് ഞാനല്ല പറയുന്നത്, അനുസരണങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ നിലനിർത്തൂ. എടാ ചെറുപ്പക്കാരാ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചു പോലെ അവിടെ മനസ്സുകൾ പറയുകയാണ്, അവിടെ മനസ്സുകൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം ആരെന്നറിയോ? പറയുന്ന ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന 6 ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? പെണ്ണുങ്ങളെ കണ്ടാൽ തലതാറ്റി നടക്കുമായിരുന്നതാ ചെറുപ്പക്കാരാ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. ഹറാമ് കാണുന്നതിനെ തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. അതാവിടുന്ന് ചരിത്രം പറയുന്നു, പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണപ്പ തന്നെ അങ്ങ് താഴ്ത്തും. പെണ്ണുങ്ങളുടെ ശരീരത്ത് നോക്കാറില്ല, അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ലായിരുന്നു റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു. പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്ന് വിചാരിച്ചിരുന്നേ. റബീഅത്ത് ബിൻ ഹുസൈമിനെ അവിടുത്തെ നാട്ടിലെ പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്ന ഈ ചെറുപ്പക്കാരൻ അന്ധനാണെന്ന് വിചാരിച്ചിരുന്നേ. കാരണം പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. പെണ്ണുങ്ങൾ പറയുമായിരുന്നു അന്ധനായ അവിടുന്ന് റബിയ വരുന്നു, അന്ധനായ റബിയ വരുന്നു എന്ന് പെണ്ണുങ്ങൾ പറയും. അത്രയ്ക്കും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ചെറുപ്പക്കാരൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കാണെങ്കിൽ ഇല്ലാതെ പോയതും അത് തന്നെയാ. നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നോക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തന്നിരിക്കുന്ന ഈ കണ്ണുണ്ടല്ലോ, ആ കണ്ണുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യം നീ നോക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ പടച്ചവനെ ഇന്ന് അന്യ പുരുഷനെ നോക്കുന്ന പെണ്ണുങ്ങളാണ്. അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ. മോനെ, അത് പാപമല്ലേടാ. നിന്റെ ദീനന്തേ പഠിപ്പിച്ചത്, നിന്റെ ദീനന്തേ പഠിപ്പിച്ചത് മരിച്ച അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ല. അല്ലാഹുവേ, നമ്മുടെ ദീനെന്താ പഠിപ്പിക്കുന്നത്? മരിച്ചുപോയ അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും ആണുങ്ങൾ കാണാൻ പാടില്ല.
ആണുങ്ങളുടെ മയ്യത്ത് പെണ്ണുങ്ങൾ കാണാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്നിപ്പോ ആരോടാ ഉസ്താദെ ഇത് പറയണേ? ഇരിക്കണ ചെറുപ്പക്കാര് ചോദിക്കും, ഉസ്താദെ ഇതൊക്കെ ഇപ്പൊ എല്ലാരും കാണുന്നല്ലേ? അന്യ പെണ്ണിന്റെ മുഖത്ത് എല്ലാരും നോക്കാറുണ്ട്, അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് എത്രയോ പേര് കാണുന്നുണ്ട്, ഇതൊക്കെ ഒരു പാപമാണോ? ഇല്ലേ, ഇതൊക്കെ ഒരു പാപമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കും, ഉസ്താദ് ഇപ്പൊ TV കാണുന്നവരുണ്ടല്ലോ, വീടിന്റെ അകത്ത് വേങ്ങച്ചു വെച്ചിട്ടുണ്ട്, ഹാജിയാരും കാണും, ഹജ്ജിന് പോയവനും കാണും, ഉംറയ്ക്ക് പോയവനും കാണും, വഅദ് പറയുന്നവനും കാണും, പള്ളിയിലെ ഉസ്താദും കാണും, പള്ളിയിലെ പ്രസിഡന്റും കാണും, സെക്രട്ടറിയും കാണും, എല്ലാരും കാണും. ഇത് വല്ല തെറ്റുവാണോ? ഇത് വല്ല തെറ്റുവാണോ? അരപ്പാവാട് ഇട്ടുകൊണ്ട് ഒരു പെണ്ണ് പാട്ട് പാടുന്നു, ആടുന്നു, കാണുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരു പെണ്ണ് റോഡിൽ കൂടെ ശരീരം തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു, നോക്കുന്നതിൽ പാപം ഇല്ലല്ലോ. ഇതൊരു പാപമായിട്ട് ആരും കരുതുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത് തെറ്റാണെന്ന് ഇന്നത്തെ സമൂഹം അതൊരു തെറ്റായിട്ട് കാണുന്നില്ല. പെണ്ണുങ്ങളെ തന്നെ അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നു, അതൊരു തെറ്റാണോ ഉസ്താദ്? ഇതൊക്കെ ചെയ്ത് ഇതൊക്കെയാണോ പറയേണ്ട ചോദിക്കുന്നവരുണ്ട്. ആരാ പറഞ്ഞത് ഇത് സിമ്പിൾ ആണെന്ന്? ആരാ പറഞ്ഞേ ഇത് നിസാര പാപമാണെന്ന്? ആരാ നിനക്ക് പഠിപ്പിച്ചെന്ന്? ഇതൊരു നിസാര തെറ്റാണെന്ന് ആരാ പറഞ്ഞെന്നേ? താടി വെച്ച ഹാജിയാരും തഴമ്പുള്ള ഹാജിയാരും വീട്ടിൽ TV മേടിച്ച് വെച്ചിട്ട് കുടുംബസമേതം കാണുക. 24 മണിക്കൂർ കയ്യിൽ തസ്ബീഹും പിടിച്ച് ഹിജാബ് ഇട്ടടക്കണ ഉമ്മായും TVയുടെ മുന്നിൽ ഇരുന്നിട്ട് അന്യപുരുഷൻ ഔറത്ത് മുട്ടിന് മുകളിലുള്ള വസ്ത്രവും ധരിച്ചിട്ട് നടക്കണ കാണുക. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും പാപമായിട്ട് ആരും കരുതുന്നില്ല, ഇതൊന്നും തെറ്റായിട്ട് ആരും കരുതുന്നില്ല. എങ്കിലും നിനക്കതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാട്സപ്പിലും മൊബൈലിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറിയിട്ട് വീടിന്റെ റൂമിന്റെ അകത്തിരുന്നിട്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവനെ ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെണ്ണുങ്ങളെ, അള്ളാഹുവിനെ കാണേണ്ട കണ്ണല്ലേ പെണ്ണുമോള്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇതൊരു പാപമല്ല എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. അന്യ പെണ്ണുങ്ങളുടെ ശരീരം കാണുന്ന ചെറുപ്പക്കാരോട്, അന്യ പുരുഷന്റെ ശരീരം കാണുന്ന പെണ്ണന്മാരോട്, ഇത് പാപമല്ല എന്ന് കരുതിയിട്ട് നടക്കുന്നവരോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ ഒരു മഹാനിങ്ങനെ തവാഫ് ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പൊട്ടിക്കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മഹാനായ മഹാനവറുകളെ നോക്കുമ്പോ എന്താണ് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഖിൽനി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കിടന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നു, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാന്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ കൂടപ്പുറപ്പിന്റെ അവസ്ഥ എനിക്ക് വരുത്തരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണുമ്പോ ഈ മഹാനവടെന്ന് ചോദിക്കുന്നു, മോനെ നീ എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന തങ്ങളെ, എനിക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു, എനിക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നു?
എന്തായിരുന്നെന്നറിയോ? മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാ ബാങ്ക് വിളിച്ചതെന്നറിയുമോടാ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം നിനക്കറിയുമോ? പഠിച്ചവരെ, ആ ചെറുപ്പക്കാരൻ പറയുന്നത് എന്റെ ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലമാ ബാങ്ക് വിളിച്ചത്. 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യരാ. ഒരു പ്രതിഫലമാ സഹോദരാ. വാഴന് വരുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊരു പാവപ്പെട്ട ഉപ്പാനെ കാണാൻ പോയി. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാ. റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. എല്ലും തോലുമായിട്ട് വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. കാണാൻ പോയപ്പോഴും പടച്ചവനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ. സഹോദരാ, എത്ര വലിയ ഭാഗ്യവാനെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യര് അല്ലാഹു തരുന്ന പ്രതിഫലമെന്നറിയോ? ആ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ മത്സരിക്കുമ്പോ, പള്ളിയുടെ സെക്രട്ടറി ആകാൻ മത്സരിക്കുമ്പോ, പള്ളിയുടെ ഖതീബാകാൻ നടക്കുമ്പോ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ മത്സരിക്കുമായിരുന്നു ചെറുപ്പക്കാരാ. കാരണം മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? സഹാബാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു വരുമ്പോ 2 വിഭാഗത്തിന് തല ഉയർന്നു നിൽക്കുമോ? സഹാബാ, 40 കൊല്ലം ബാങ്ക് വിളിച്ച ഒരു ഹാജിയാരെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പേരെന്താ അറിയോ? എന്താ? അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോണിപ്പ? ഒന്ന് വിട്ടുകാരുടെ ചങ്ങായിമാരെ പതുക്കെ ഒന്ന് ഓടിക്കണ്ട, അവര് പൊക്കോളും. ബിസ്മില്ലാ, അവര് പൊക്കോട്ടെ. അൽഹംദുലില്ലാഹ്. അസ്ഹാബുൽ കൗഫിന്റെ കൂടെ കാവലിരുന്ന നായി നാളെ സ്വർഗത്തില്ല. ആ യോഗമെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. തൊട്ട 7 വെള്ളത്തിൽ കഴുകേണ്ട സാധനമാ. പക്ഷെ അസ്ഹാബുൽ കൗഫിന് കാവലിരുന്നപ്പോ 10 മൃഗങ്ങൾ നാളെ സ്വർഗത്തില്ല. അതിൽപ്പെട്ട ഒന്നാ നായി. അതിന് രക്ഷപ്പെട്ടു. നമ്മളോ? ആ 4 കാലി രക്ഷപ്പെട്ടു. നമ്മൾ പട്ടിയെ കാണുമ്പോ നമ്മൾ 4 കാലിയായ ഈ പട്ടിയെ കാണുമ്പോ നമുക്ക് അലർജി. അല്ല പറഞ്ഞെന്തെന്നറിയോ? എടാ, ഈ പോകുന്ന 4 കാലിയെക്കാളും മനുഷ്യൻ അധപ്പതിച്ചവനാ. ബൽഹും അല്ലല്ലെന്ന് പറഞ്ഞേ. ഈ നായേക്കാളും വൃത്തികെട്ടവനാ 2 കാലുള്ളവൻ. ഇതിനെക്കാളും. എടാ, ഈ നായി വേറൊരു നായിയെ വ്യഭിചരിക്കാറുണ്ടോ? കൂട്ടമായിട്ട് വ്യഭിചരിക്കുന്നുണ്ടോ? ഇല്ല. ആര്? 2 കാലുള്ളവന്മാര് വ്യഭിചരിക്കും. മകളുടെ പ്രായമില്ലാത്ത പാല് കുടി മാറാത്ത കുഞ്ഞിനെ വരെ വ്യഭിചരിക്കുന്നവന്മാരുടെ കാലം. അല്ല പറഞ്ഞത് വെറുതെ അല്ല. വൽഹും അല്ലല്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ ബാങ്ക് വിളിച്ചിട്ടില്ല അല്ലേ? ബാങ്ക് വിളിക്കുന്നവന്റെ പ്രതിഫലം അറിയ നിങ്ങൾക്ക്? അള്ളാന്റെ കോടതിയിൽ നാളെ വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അള്ളാന്റെ കോടതിയിൽ എല്ലാരും പേടിച്ച് തലതാഴ്ത്തി പിടിച്ച് നടക്കുന്ന ദിവസം 2 വിഭാഗം ആൾക്കാരുടെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ തല നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഉയർന്നു നിൽക്കും. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പള്ളിയിലെ ഖതീബിനല്ല, പള്ളിയിലെ കമ്മിറ്റിക്കാർക്കല്ല. പിന്നെ ആർക്കാ? അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന. അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മഹാൻ. അദ്ദേഹവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായി കൂവാറുണ്ട്. എന്തുകൊണ്ട്?
എന്തുകൊണ്ട് പറചങ്ങാതിമാരെ, എന്തുകൊണ്ട് ബാങ്ക് വിളിക്കണ സമയത്ത് നായി കൂവും? എന്തേ? ശൈത്താൻ ഇറങ്ങി ഓടുന്നത് കണ്ടിട്ട് കൂവുന്നതാ, ഇല്ലേ? ബാങ്ക് വിളിക്കണ സമയത്ത് പള്ളിയിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി ഓടും. എന്തുകൊണ്ട്? ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു ചരിത്രം ഇവിടുന്ന് പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കണ സമയത്ത് ശൈത്താൻ ഇറങ്ങി ഓടുന്നതിന്റെ കാരണം, ബാങ്ക് വിളിക്കുന്ന ശബ്ദം, ഇവിടത്തെ പള്ളിയിൽ ഇവിടത്തെ മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ ഈ ദുനിയാവിലെ എന്തെല്ലാം വസ്തുക്കള് ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, കല്ലുകളാകട്ടെ, മണൽത്തരികളാകട്ടെ, എന്തെല്ലാം വസ്തുക്കള് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ, ഈ വസ്തുക്കൾ മുഴുവനും നാളെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോ ഇവര് മുഴുവനും പറയും, പടച്ചവനെ, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു തമ്പുരാനെ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കല്ല എന്ന് നാളെ സർവ്വചരാചരങ്ങളും അള്ളാഹുവിനോട് മുഅദ്ദിനു വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്തുള്ള ഏതൊക്കെ വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ അള്ളാഹിനോട് പറയും, പടച്ചവനെ ശഫാഅത്ത് ചെയ്യും, അള്ളാഹുവേ ഞാൻ കേട്ട് പടച്ചവനെ ബാങ്ക് വിളിക്കുന്നത്, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്ക്, സ്വർഗം കൊടുക്ക്. എല്ലാരും പറയും. ശൈത്താൻ കേട്ടാലോ? ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ കേട്ടാൽ ശൈത്താൻ നാളെ അള്ളാഹിനോട് പറയേണ്ടി വരും, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ട് തമ്പുരാനെ സ്വർഗം കൊടുക്ക്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ഓടുന്നത് ചരിത്രം പറയുകയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എനിക്ക് ഈമാനുള്ള മരണം തരണേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മഹാനവറുകളാ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? നീ ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന, തങ്ങള് എന്റെ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 40 വർഷമാണ് ബാങ്ക് വിളിച്ചത്, 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. അവസാനം മരണസമയമെടുത്തു. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മരണത്തിന്റെ സമയമെടുത്തു. എന്നോട് പറഞ്ഞു, മോനെ ഖുർആൻ എടുത്തുകൊണ്ടുവരാ. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്നോട് എടുത്തുകൊണ്ടുവരാ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, അല്ലാഹ് 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അവനവന് ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാനെ. ഞാൻ അവിടുന്ന് വളരെ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തെന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് ഖുർആൻ വലിച്ചെറിയുകയാ. എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടുന്ന് വലിച്ചെറിയുകയാണ്. അവിടുന്ന് പറയുന്ന, തങ്ങള് എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു, അവിടുത്തെ മരണം മോശമായ മരണമായിരുന്നു. തങ്ങള് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചു. ആ ജ്യേഷ്ഠന്റെയും മരണം മോശമായിരുന്നു. അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന എന്റെ 2 കൂടപ്പിറപ്പുകളുടെയും മരണം മോശമായ മരണമായിരുന്നു. അവരുടെ ആക്കിപറ്റ് മോശമായിരുന്നു. തങ്ങളെ അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. പേടിയാണ് തങ്ങള്, പേടിയാണ് തങ്ങള്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അതിനാണ് ഞാൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തുകൊണ്ടാണ് ഇവരുടെ മരണം മോശമായത്, ഇവരുടെ ആഖിബത്ത് മോശമായത്? ഇവരെന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ്? എന്റെ പ്രിയമുള്ള സഹോദരാ, അവര് കല്ല് കുടിക്കും
വിൽക്കുന്നവരായിരുന്നില്ലോ, അവര് കഞ്ചാവ് വിൽക്കുന്നവരായിരുന്നില്ലോ, അവര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരുന്നില്ലോ, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ലോ, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ലോ, അവർ അല്ലാഹുവിനെ മറന്ന് നടന്നവരായിരുന്നില്ലോ. പിന്നെ അവരുടെ അവസാനം മോശമാകാനുള്ള കാരണമെന്താ? ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, എന്റെ ഹൃദയത്തിൽ എഴുതി വെക്കാറുള്ള ചരിത്രമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ടി.വി കാണുന്ന ഉമ്മ, സീരിയല് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ശരീരം കാണുന്ന പെണ്ണുകളോ, വാട്സപ്പിലൂടെ വൃത്തികേടുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഇവർ രണ്ടുപേരുടെയും ആക്കിവത്ത് മോശമാകാറുള്ള കാരണമെന്നറിയുമോ? ആ ചെറുപ്പക്കാരനോട് മഹാനവറുകൾ ചോദിക്കുന്നു, മോനെ, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശ്ശീലമുണ്ടായിരുന്നോ? നിന്റെ കൂടപ്പറപ്പുകൾക്ക് വല്ല മോശമായ സ്വഭാവമുണ്ടായിരുന്നോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ രണ്ട് സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു ദുശീലമേതെന്നറിയോ? നിനക്കുള്ള ദുശീലമാടാ ചെറുപ്പക്കാരാ, പാപ്പാ നിനക്കുള്ള ദുശീലമാണോ? പെങ്ങളെ നിനക്കുള്ള ദുശീലമാണോ? അവരുടെ രണ്ടുപേരുടെയും ദുശീലമെന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം എന്റെ രണ്ട് സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരുടെ മരണം മോശമായത്. അങ്ങനെ ഒരു ഞങ്ങൾക്ക് വരുത്തല്ലേ ചെറുപ്പക്കാരാ, നിസാരമല്ലടോ അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത് അതൊരു നിസാര പാപമല്ല, അതൊരു നിസാര തെറ്റല്ല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് മോഹമുണ്ടോ? നിർത്തിക്കോ, നിന്റെ ഈ ദുശീലം നിർത്തിക്കോ. അവളെന്ന് പറയുകയാണ് അവളെന്ന് പറയുന്ന തങ്ങളോ എന്റെ രണ്ട് സഹോദരന്മാർക്ക് അവിടെന്ന് പറഞ്ഞു കൊടുക്ക, എന്റെ രണ്ട് ജ്യേഷ്ഠന്മാർക്ക് ഒരു ദുശീലമുണ്ടായിരുന്നു. എന്താ ദുശീലം? അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കുണ്ടല്ലോ 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, സുന്നത്ത് നോമ്പ് പിടിക്കും, ടിവിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന സിനിമയും സീരിയലും കാണും. ഉമ്മ നോക്കിയ താത്താമാരെ കണ്ടിട്ടുണ്ടോ? ഫർദയും ഇട്ട് ഹിജാബ് ഇട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മജ്ലിസിൻ നൂറിനുണ്ട്, വഅലിനുണ്ട്, സ്വലാത്തിനുണ്ട്, എല്ലാത്തിനുമുണ്ട്, ടിവിയുടെ ഫ്രണ്ടിലുമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രക്ഷപ്പെടുമെന്നാണ് നമ്മൾ രക്ഷപ്പെടുമെന്നാ കരുതിയെ അതൊരു നിസ്സാര പാപമല്ല, അത് പാപം തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 95 വയസ്സങ്ങാണ്ടായി, 92 95 വയസ്സായി അല്ലാഹുടെ പള്ളിക്കകത്തിരുന്നിട്ട് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ ഒറ്റയ്ക്കിരുന്നിട്ട് കരയാ. അല്ലാഹും അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ അല്ലാഹുവേ, അബൂ ഹുറൈറ തങ്ങൾ എല്ലാവരും പള്ളിയിൽ നിന്ന് പോയതിനു ശേഷം ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യും. ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ താമസിച്ച പള്ളി വന്നേ, ഒരു ചെറുപ്പക്കാരൻ താമസിച്ച് പള്ളി വന്നപ്പോ അബൂ ഹുറൈറ തങ്ങൾ പള്ളിക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, വ്യഭിചാരത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ തമ്പുരാനെ, വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിനെ തൊട്ട് എന്നെ കാക്കണേ തമ്പുരാനെ. ഈ ചെറുപ്പക്കാരൻ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ
95 വയസ്സായി, എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂല. വയസ്സായില്ലേ, പ്രായമായില്ലേ, നിങ്ങൾക്ക് വ്യഭിചരിക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂല. പിന്നെ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യണേ? ആ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ, അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് അള്ളാഹ് പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു വ്യഭിചാരം എന്ന് പറഞ്ഞ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കരുതി. അതിനല്ല വ്യഭിചാരം എന്ന് പറയണേ. അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനം. എന്റെ ചെറുപ്പക്കാര, അന്യ പെണ്ണിന്റെ ശരീരം കാണൽ കണ്ണിന്റെ വ്യഭിചാരം. അന്യ പെണ്ണിന്റെ ശരീരം കാണൽ കണ്ണിന്റെ വ്യഭിചാരം. കണ്ട് ആസ്വദിച്ചോ? ഒറ്റയ്ക്ക് റൂമിന്റെ അകത്തിരുന്ന് വാതിലടച്ചിട്ട് നല്ലതൊക്കെ കണ്ടോ? നാളെ അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ കണ്ണിന്റെ അകത്ത് നരകത്തിന്റെ ഈയം ഉരുക്കി അള്ളാഹു ഒഴിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ കണ്ണിന്റെ അകത്തോട്ട് ഒഴിച്ചു തരും. സീരിയലും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കണ വാപ്പായും ഉമ്മായൊക്കെ കണ്ടോ? നിന്റെ കണ്ണിന്റെ അകത്തേക്ക് ഈയങ്ങിട്ട് ഉരുക്കിയിട്ട് നാളെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് മലക്കുകൾ ഒഴിച്ചു തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കയ്യുടെ വ്യഭിചാരം, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കയ്യുടെ വ്യഭിചാരം. മോശമായ കാര്യം പറയൽ നാവിന്റെ വ്യഭിചാരം. മണിയറ രഹസ്യം വരെ പറയും കാമുകനോട്. കല്യാണത്തിന്റെ 1ാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് നടന്നത് സിനിമാ കഥ പറയണ പോലെ കാമുകന് പറഞ്ഞു കൊടുക്കും. നാവിന്റെ വ്യഭിചാരം. വൃത്തികേടുകൾ കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരം. കാമുകയെ കാണാൻ നടക്കല് കാലിന്റെ വ്യഭിചാരം. ഹൃദയം കൊണ്ട് മോശമായി ചിന്തിക്കൽ ഹൃദയത്തിന്റെ വ്യഭിചാരം. അപ്പൊ വ്യഭിചാരം പല വിഭാഗമുണ്ട്. അതിന്റെ ഏറ്റവും അവസാനമാണ് ശാരീരികമായി ബന്ധപ്പെടുക എന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കണ്ണിനെ സൂക്ഷിക്ക്. എടാ, അള്ളാനെ പേടിക്കണം, അള്ളാനെ ഭയന്ന് ജീവിക്ക്. പടച്ചു ഇതെല്ലാം കാണുന്നില്ലേ? അല്ല ഇതെല്ലാം കാണുന്നില്ലേ? എന്റെ നീ അള്ളാനെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മരിക്കണ്ടേടാ, അള്ളാന്റെ മുന്നിലേക്ക് കടന്നു പോകണ്ട. അല്ലാതെ ആള് കൂടുമ്പോ അവസരം കിട്ടുമ്പോ ചാടിക്കേറ, അങ്ങനല്ല. ചെറുപ്പക്കാരെ, എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം, അള്ളാഹുവിനെ എത്രയോ മനോഹരമായ ചരിത്രങ്ങൾ നിനക്ക് പഠിക്കാനുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വലിയ ഇഷ്ടമാ. ആ ചെറുപ്പക്കാരന് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണം എന്തെന്നറിയോ? 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ അള്ളാഹുടെ പള്ളിക്കകത്ത് ഉണ്ടാകും ആ ചെറുപ്പക്കാരൻ. 5 വഖത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയുടെ 1ാമത്തെ സഫിലുണ്ടാകും ഈ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകാം. നല്ല ഈന്തപ്പനോ മരങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഇരുട്ടുള്ള ഒരു ഭാഗത്തുകൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് എല്ലാ ദിവസവും ഓനെ നോക്കി വെച്ചിരിക്കുക. ഇവനെ വളയ്ക്കാൻ വേണ്ടി ഒരു പെണ്ണ് ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ പേടിച്ചടക്കണ ചെറുപ്പക്കാരനാ. അവസാനം എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ തന്റെ പരിധിയിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരുട്ടത്തുകൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണൊരു മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിന്നു. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരുമ്പോ കേറി കെട്ടി അങ്ങ് പിടിച്ചു. ആ ചെറുപ്പക്കാരൻ തന്റെ മാരടത്തിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഈ പെണ്ണ് പറയുകയാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നീ എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? ആരും അറിയില്ല, ആരും കാണില്ല. പടച്ചവനെ, ഒരു യുവത്വത്തിന്റെ നിലവിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുമ്പോ ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോടാ പൊന്നുമോനെ? അവളെ പൊന്നിക്കരയുകയാണ്. ഞാൻ നരകത്തിലായി പോയല്ലോ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാനൊരു പാപിയായി പോയല്ലോ. അവളന്ന് പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരു പെണ്ണ് തന്റെ ശരീരത്തെ പിടിച്ചിട്ട് ആഗ്രഹം സാധിച്ചു തരാ യാചിക്കുമ്പോ അവിടന്ന് വ്യഭിചാരിയായി പോയെന്ന് കരുതിയിട്ട് അല്ലാഹുവിനെ കുറിച്ച് പേടിച്ചിട്ട് അവിടന്ന് തലകെട്ടതാ തലകറങ്ങിയ താഴെ വീഴുകയാണ്. പെണ്ണവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ചെറുപ്പക്കാരൻ ബോധമില്ലാതെ വെളിയിൽ കിടക്കുക.
കിടക്കുന്നു. അവസാനം വഴിയാത്രക്കാര് കണ്ടു. അവളെന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രായം ചെന്ന ബാപ്പാടെ മുന്നിൽ തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് കിടച്ചു. ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്ന, മോനെ എന്താണ് നിനക്ക് സംഭവിച്ചത്? വാപ്പാ, എന്റെ ദുനിയാവും ആശ്രമം പോയി വാപ്പാ, ഞാൻ വ്യഭിചാരിയായി പോയി വാപ്പാ, ഞാൻ തെറ്റുകാരനായി പോയി വാപ്പാ. ചെറുപ്പക്കാരനവിടെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു പെണ്ണ് പാതിരാത്രിയിൽ എന്റെ ശരീരത്തെ കയറി പിടിച്ചു. വാപ്പയവിടെന്ന് പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ആ പെണ്ണ് ഇങ്ങോട്ട് പിടിച്ചതാണല്ലോ. നിന്റെ പൊന്നുമോ തെറ്റുകാരനല്ല, നിന്റെ പാപം അല്ലാഹു പൊറുത്തു തരും. നീ അല്ലാഹുവിനെ പേടിച്ചിട്ട് മടങ്ങിയവനാണല്ലോ. വാപ്പ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും പൊന്നുമകനെ കരച്ചിലില്ല. വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം വാപ്പാന് പേടിയായി. എന്ത് പറഞ്ഞിട്ടും എന്റെ പൊന്നാര മകന്റെ കരച്ചിൽ തീരുന്നില്ല. അവിടെന്ന് പറഞ്ഞു, വാപ്പാ, ഇതിന്റെ മസാല ഉമർ തങ്ങളോട് ചോദിക്കൂ, ഉമർ തങ്ങളോട് ചോദിക്കൂ, എങ്കിലേ എനിക്ക് സമാധാനമാകൂ. അവസാനം വാപ്പ ഉമർ തങ്ങളുടെ മുന്നിൽ പോയി നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങളും പറഞ്ഞു, തെറ്റു പെണ്ണിന്റെ ഭാഗത്താ, അല്ലാഹു പുറത്തു കൊടുക്കുമെന്നവിടെന്ന് പറയുമ്പോ വാപ്പ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? തന്റെ പൊന്നാര മകന്റെ മയ്യിത്താ. ചെറുപ്പക്കാരാ, ഉയരിന്റെ രാത്രികളിൽ പടച്ചവനെ കറങ്ങി നടക്കുന്ന യുവത്വ അന്യ പെണ്ണിന്റെ ശരീരം കാണുമ്പോ അവരുടെ കൂടെ കൂടാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, അവിടെയും ഇവിടെയും പോയിട്ട് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് പല പരിപാടികളും നടത്തുന്ന പെണ്ണുകൾ. അല്ലാഹുവേ, ഒരു പെണ്ണ് തന്റെ ശരീരത്തിൽ പിടിച്ചു, അല്ലാഹുവേ, ഞാൻ വ്യഭിചാരിയായി പോയി, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി, പേടിച്ച് നിലവിളിച്ചിട്ടു നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുന്ന പൊന്നാര മകന്റെ മയ്യത്താണ് വാപ്പ കാണുന്നത്. അവസാനമല്ല ആ പൊന്നുമകന്റെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നിങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അന്യ പെണ്ണിന്റെ ശരീരത്തിൽ തൊടാൻ അവസരം കിട്ടുമ്പോ പഠിക്കുന്ന ഫ്രണ്ടാകത്ത് നിന്റെ ശരീരത്തിൽ കയറി പിടിക്കുമ്പോ പാപമാണോ, ഇത് വ്യഭിചാരമാണോ, എന്റെ ശരീരത്തിൽ തൊടാ പാടില്ല എന്നല്ലാഹുവിനെ പേടിച്ച് പറയുന്ന ചെറുപ്പക്കാരാ, സഹോദരന്റെ ഭാര്യയാകട്ടെ, കുടുംബത്തിലാകുന്ന പെണ്ണുങ്ങളാകട്ടെ, തൊടുന്നത് പാപമാണോ, വ്യഭിചാരമാണോ, എനിക്ക് റബ്ബിനെ പേടിയാണെന്ന് പറയണം കുഞ്ഞുമോനെ. സഹോദരന്റെ ഭാര്യ ബൈക്കിന്റെ പുറകിൽ കയറിയിരിക്കുമ്പോ കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങള് ബൈക്കിന്റെ പുറകിൽ കയറുമ്പോ പറയണം, എന്റെ ശരീരത്തെ തുടരുത്, ഇത് പാപമാ, ഇത് വ്യഭിചാരമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പ്രായപൂർത്തിയായവന്റെ ബൈക്കിന്റെ പുറകിൽ കയറാൻ പെറ്റതള്ള പറഞ്ഞാലും കേൾക്കരുത്, പറയുന്നതനുസരിക്കണം. പക്ഷേ വ്യഭിചരിക്കാൻ പറഞ്ഞാൽ അത് പാപമാണെന്ന് പറയണമമ്മ, നാം വ്യഭിചരിക്കില്ല എന്ന് പറയണം പെങ്ങള്. അങ്ങനെ പറഞ്ഞാ അല്ല വരുന്ന പ്രതിഫലമെന്തെന്നറിയോ? വലിമന രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ, രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. ഉന്നതങ്ങളുണ്ടല്ലോ, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, മോനെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയ ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു രണ്ട് സ്വർഗം വരും മോനെ.
തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ, അള്ളാഹു നിനക്ക് 2 സ്വർഗം തരും, നീ 2 സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടാ, ബൈക്കിന്റെ പുറകില് സഹോദരന്റെ ഭാര്യ ചാടിക്കേറും. അവൾ അന്യ പെണ്ണല്ലേ? ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഭാര്യ ആകട്ടെ, ജ്യേഷ്ഠന്റെ ഭാര്യ ഒക്കെ തന്നെ, എങ്കിലും അവള് നിന്റെ ശരീരത്ത് തൊടുന്നത്, നീ അങ്ങോട്ട് തൊടുന്നത് പാവല്ലേ? അങ്ങനെ ആരെങ്കിലും വരുമ്പോ വിളിച്ചു കയറ്റിയിട്ട് ഓടലല്ലടാ. കൂടെ പഠിക്കുന്ന ഒരുത്തി കൈ കയറി പിടിക്കുമ്പോ പറയണ, എടുക്കടി കൈ, വ്യഭിചരിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ പറയുന്നവളാകണം പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, കൂടെ പഠിക്കുന്നവൻ കയറി പിടിക്കുമ്പോ മിണ്ടാതെ നിന്നു കൊടുക്കലല്ല. ഏതെങ്കിലും മരത്തിന്റെ ചുവട് കിട്ടിയ അവിടെ ഇരുന്നുകൊണ്ട് പടച്ചവൻ എങ്ങനെ ഇരുന്നു, എന്തൊക്കെ പരിപാടികളാ. അവിടെ ഇവിടെയും പോയിട്ട് എന്റെ പെങ്ങളോട് പറയാ, പെങ്ങളെ, നീ വിചാരിച്ച ഏത് വൃത്തികെട്ടവനെയും നന്നാക്കാൻ പറ്റും. പെണ്ണുങ്ങൾ അങ്ങനെ പക്ഷെ വിചാരിക്കില്ലല്ലോ. ചരിത്രത്തിൽ നോക്ക്, അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനുണ്ട്. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ സ്വഭാവം, ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ വൈകുന്നേരമായ കുളിച്ചൊരുങ്ങി കമ്പോളത്തിൽ പോകും. ബസറ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. കാണാൻ വലിയ സൗന്ദര്യവാനാണ്. ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം, വൈകുന്നേരം ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നത് പോലെ പോയി നിൽക്കും. ഏത് പെണ്ണിനെ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളയ്ക്കും. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ പുറകെ നടന്നിട്ട് ആഗ്രഹം സാധിക്കാതെ കടന്നുറക്കം വരില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരെല്ലാവരും കൂടെ പറഞ്ഞു, എടാ, ഒരു പെണ്ണുണ്ടടാ, ആരൊക്കെ നോക്കിയിട്ടും വളയുന്നില്ല. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വൈകിട്ട് കൂടുമ്പോ പറയടാ, എത്ര നോക്കിയിട്ട് അവള് വളയുന്നില്ലടാ. അപ്പൊ പറയാം, എന്നാ ഞാൻ വളച്ചു കാണിക്കാളിയ. അങ്ങനെ മത്സരിക്കുമല്ലോ. ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങളൊക്കെ ശ്രമിച്ചിട്ട് ഒരു പെണ്ണിനെ വളയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അള്ളാനെ പേടിച്ചടക്കുന്ന പെണ്ണ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു കൈ നോക്കട്ടെ. അവസാനം അല്ലാഹുവേ, ആ പെണ്ണിന്റെ പുറകെ ഈ ചെറുപ്പക്കാരൻ നടന്നുപോയി. ശരീരം മുഴുവനും മറച്ച് നടന്നു പോകുന്ന പെണ്ണിന്റെ പുറകെ പോയപ്പോ അവള് ചോദിച്ചു, എന്റെ പുറകെ നടന്നിട്ട് നിനക്ക് പ്രയോജനമൊന്നുമില്ല, എന്തിനാ എന്റെ പുറകെ വരണേ? ഞാൻ അള്ളാനെ പേടിച്ചടക്കുന്നവളാ, എന്റെ പുറകെ നടക്കണ്ട, നിനക്കൊരു ഫായിദയുമില്ല. പക്ഷെ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. പെണ്ണിന്റെ പുറകെ നടന്നു. അവസാനം ആ പെണ്ണ് തന്റെ വീടിന്റെ അടുക്കലേക്ക്, തന്റെ വീടെത്താറായപ്പോ ഇവൻ വിടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ആ പെണ്ണ് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ വരണേ? ഞാൻ ശരീരം മുഴുവനും മറച്ചവളാണല്ലോ. നീ എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല. നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ ഇങ്ങനെ വരണേ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നിന്റെ ശരീരം മുഴുവനും മറച്ചാലും നിന്റെ ഈ കണ്ണുകളുണ്ടല്ലോ, നിന്റെ ഈ മനോഹരമായ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണ് കണ്ടിട്ടാ ഞാൻ നിന്റെ പുറകെ വരണേ. നിന്റെ ഈ കണ്ണുകൾക്ക് ഇത്ര സൗന്ദര്യമാണെങ്കിൽ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമായിരിക്കും. നിന്റെ കണ്ണ് കണ്ടിട്ടാ ഞാൻ പുറകെ വരണേ. ആ പെണ്ണ് ചോദിച്ചു, നിനക്ക് മരിക്കണ്ടേടാ, അള്ളാനെ ഓർമ്മയില്ലേടാ, അള്ളാടെ മുന്നിൽ പോയി നിൽക്കണ്ടേടാ, നീ എന്റെ കണ്ണ് നിനക്ക് അത്രയും ഇഷ്ടമാണോ? അതേ പെണ്ണെ, എങ്കിൽ ഇവിടെ ഇരിക്ക്. പെണ്ണ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, ഞാൻ നിനക്കൊരു സമ്മാനം കൊടുത്തുവിടാം. അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന പെണ്ണ് വീടിന്റെ അകത്തേക്ക് നിലവിളിച്ചു കൊണ്ടോടി. തന്റെ വീടിന്റെ അകത്ത് പോയിട്ട് നെഞ്ചുപൊട്ടിയിട്ട് കരയുകയാ, അള്ളാഹുവേ, ഞാൻ കാരണം, എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ പാപം ചെയ്തല്ലോ അല്ലാ, എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ പാപം ചെയ്തല്ലോ അല്ലാ, അന്യ പുരുഷൻ എന്റെ കണ്ണ് കണ്ടല്ലോ അല്ലാ, ഇഷ്ടപ്പെട്ടു പോയല്ലോ അല്ലാ. അള്ളാഹുവേ, അവിടുന്ന് ചരിത്രം പറയുന്നു, ഒരു കത്തിയെടുത്തിട്ട് 2 കണ്ണിന്റെ കൃഷ്ണമണികൾ ചൂടുന്നങ്ങെടുത്തു. ഒരു കത്തിയെടുത്ത് 2 കണ്ണിന്റെ കൃഷ്ണമണികളും ചൂഴ്ന്നെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞു. വീട്ടിലെ വേലക്കാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരുത്തൻ ഇരിപ്പുണ്ട്, ഇത് കണ്ടിട്ട് വന്നതാ, കൊണ്ടുകൊടുത്തേക്കാൻ. ചെറുപ്പക്കാരൻ പെണ്ണ് കൊടുത്തു വിടുന്ന സമ്മാന പൊതിയും കാത്തിരിക്കുമ്പോ വീട്ടിലെ ജോലിക്കാരിയായ പെണ്ണ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ടല്ലേ നീ പുറകെ വന്ന, ഇന്നാ വെച്ചോ. ചെറുപ്പക്കാരൻ തുറന്നു നോക്കുമ്പോ രക്തത്തിൽ കലർന്നിരിക്കുന്ന 2 കൃഷ്ണമണികൾ. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടി. കിടന്നിട്ടുറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മനസ്സിന് സമാധാനമില്ല. അവസാനം അവിടെ നിന്ന് ആ പെണ്ണിനോട് പൊരുത്തം ചോദിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ തന്റെ വീട് വിട്ട് പെണ്ണിന്റെ വീട് ലക്ഷ്യമാക്കി അവിടെ നിന്ന് നടന്നു. പെണ്ണിന്റെ വീടിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണുന്ന കാഴ്ച ആ പെണ്ണിന്റെ മയ്യത്തിങ്ങനെ വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന രംഗവാ. അല്ലാഹുവേ, കണ്ണിന്റെ കൃഷ്ണമണികൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെ അവിടെ
കിടന്ന് രക്തം വാർന്നു ആ പെണ്ണ് മരിച്ചുപോയി. ആ പെണ്ണിന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗമാണ് ചെറുപ്പക്കാരൻ കാണുന്നത്. അവന്റെ ഹൃദയത്തിന്റെ ഗതി ഇടിത്തീ പോലെ ആ പെണ്ണ് ചോദിച്ച ചോദ്യം, അള്ളാനെ പേടിയില്ലേടാ, മരിക്കണ്ടേടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ ചോദ്യം ആ ചെറുപ്പക്കാരൻ നന്നാക്കി. ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? ലോകമറിയുന്ന പണ്ഡിതനായി പിൽക്കാലത്ത് മാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, തെറ്റുകൾ അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ മുതലാക്കലല്ല, അള്ളാഹുവിനെ പേടിച്ചു പിന്തിരിയലാ വേണ്ടത്. അവിടെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്മാറലാ വേണ്ടത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, ഇതൊക്കെ തെറ്റാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് പാപമാണെന്ന്. എന്നിട്ടും ചെയ്യണില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏറ്റവും വലിയ ഗതികേട് എന്തെന്നറിയോ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ആരെങ്കിലും ഇപ്പം പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും കൊടക്കീടിലിരുന്നിട്ട് ഒരാണും പെണ്ണും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരുത്തൻ നടന്നു വന്നാൽ മതി, പെട്ടെന്ന് മാറും. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് നടന്നു വന്ന അപ്പൊ തന്നെ ആള് വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് നമ്മൾ മാറും. എന്നാ നീ ചിന്തിച്ചു നോക്ക്, കേവലം ഒരു മനുഷ്യൻ വന്നപ്പോ നീ പേടിച്ചു മാറി. അല്ലാഹ് കാണുന്നുണ്ടല്ലോടാ ഇതൊക്കെ. പടച്ചവരിതെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ? അവന് കൊടുത്ത വില പോലും നീ അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. കേവലം ഒരു രണ്ട് മനസ്സ്, ഒരു രണ്ട് കാലുള്ള ജോലിക്ക് നിൽക്കുന്ന, പാർക്കിലും ബീച്ചിലും ജോലിക്ക് നിൽക്കുന്ന ഒരു സ്റ്റാഫിന് കൊടുത്ത വില പോലും നിന്നെ പടച്ച അള്ളാഹ്ക്ക് നീ കൊടുത്തില്ലല്ലോടാ. ആലോചിച്ച് നോക്കിയേ, രക്ഷപ്പെടുമ്പോ നമുക്കെല്ലാവർക്കും അറിയാം ഇത് പാപമാണെന്ന്. എന്നിട്ടും എന്തേ ചെയ്യണേ? നന്നാകാൻ പറ്റണില്ല. ഏത് ചെറുപ്പക്കാരന്റെ മൊബൈൽ എടുത്തു നോക്കിയാലും വഴല്, ഏത് പെണ്ണിന്റെ മൊബൈൽ എടുത്തു നോക്കിയാലും വഴല്. മരണവും കബറും പരലോകവും മഹ്ശറയും എല്ലാത്തിന്റെ മൊബൈലിലും ഉണ്ട്. എന്നിട്ട് എന്തേ നന്നാകാത്ത? തലം മറച്ചിട്ടുണ്ടോ? വഴലിന്റെ സദസ്യം വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ, അപ്പുറത്തിരിക്കണ പെണ്ണുങ്ങള് എത്ര എണ്ണം തലം മറച്ചിട്ടുണ്ടാകും? നിങ്ങൾ പോയി ആലോചിക്കുക. ഈ ഇരിക്കണ ചെറുപ്പക്കാർക്കറിയാം, മുടി പടി വെട്ടുന്നത് പോലെ വെട്ടിയ മലക്ക് ശപിക്കൂന്നറിയാത്ത ആരാ ഉള്ള? നിങ്ങൾ ചിന്തിക്ക്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നിട്ടും പാപം ചെയ്യുന്നു, നന്നാകാൻ പറ്റുന്നില്ല. കാരണമെന്തേ ഉസ്താദ്? കാരണമെന്തേ? എത്ര നന്മ കേട്ടിട്ടും എനിക്കും നിങ്ങൾക്കും നന്നാകാൻ പറ്റുന്നില്ല. അതിനൊരു കാരണമുണ്ട്. പൗരത്വ ബില്ല് കടന്നു വന്നു. എന്തേ കാരണം? അവന്മാരെ കുറ്റം പറയണ്ട. ഖുർആൻ പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. പരിശുദ്ധമായി ഖുർആൻ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ ഇതൊക്കെ ഉണ്ടായേ, അല്ലാതെ അവരെ കുറ്റം പറയണ്ട. നമ്മുടെ കയ്യിലിരിപ്പ് ശരിയാകാത്തത് കൊണ്ടാ. തിന്നുന്നത് ഹറാം, നീ നിന്റെ വ്യഭിചാരം ഒന്ന് നിർത്ത്, നീ നിന്റെ പലിശ തീറ്റി ഒന്ന് നിർത്ത്, നീ നിന്റെ കഞ്ചാവടി ഒന്ന് നിർത്ത്, നീ ഒന്ന് പള്ളി കയറിയിട്ട് നിസ്കരിക്കടാ. ഒരിക്കലും നിന്നെ പേടിപ്പിക്കാൻ വരില്ല. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോ എല്ലാ ശത്രുക്കളും ഒറ്റക്കെട്ടായിട്ട് മുസ്ലിം ഉമ്മത്തിന് എതിരെ തിരിഞ്ഞിരിക്കാം. ഇപ്പോഴും ഒരുമിപ്പിക്കാത്തവന്മാരുണ്ട്, ഇപ്പോഴും അതിനിടയിൽ കൂടെ നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ കാരണം? ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം, നിർത്താം. ഒരേ ഒരു ചരിത്രം ഞാൻ പറയാം. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എത്ര നന്മ കേട്ടാലും നന്നാകാൻ തോന്നാത്ത എല്ലാം കേട്ടോ, ആണായാലും പെണ്ണാണെങ്കിലും. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം നിനക്കൊരു പാഠമാണ്. നീ തന്നെ ചോദിക്കുന്നല്ലോ, എത്ര വാഴ കേട്ടിട്ടും നന്നാകാൻ പറ്റുന്നില്ല. അതിന്റെ കാരണമാണ് പറയുന്നത്. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിലെ ചരിത്രം പറയുകയാണ്. തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണ് മദീനയുടെ തെരുവിലൂടെ ഓടി നടക്കുകയാണ്, നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? നബി എനിക്കൊന്ന് കാണിച്ചു തരുമോ? റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? നിലവിളിച്ചുകൊണ്ടൊരു പെണ്ണിങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞു, പെണ്ണ് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. അവിടുന്ന് മുത്തുനബിയെ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചറപ്പേ, പെണ്ണവിടുന്ന് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്
നബിയുടെ ചാരത്തേക്ക് കലന്നുകൊണ്ട് കൂടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? എനിക്ക് തൗബയുണ്ടോ നബിയേ? പ്രവാചകന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പരന്ന് കരച്ചിൽ നിർത്തു. നിന്റെ നിലവിളി നിർത്തു. എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറ. മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് പോയാ മാസങ്ങൾ കഴിഞ്ഞേ വരാറൂ. ഗൾഫിൽ പോകുന്നത് പോലെയാണ്, പോയി കഴിഞ്ഞാ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറൂ. എന്റെ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിന് പോയപ്പോ നീ സനയിതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു, എന്നെ ഒരു പുരുഷനുമായി കിടപ്പറ പങ്കിട്ടു എന്ന് പറയുകയാ. ഞാൻ അതിലൂടെ ഗർഭിണിയായി നബിയേ, അതിലൂടെ ഗർഭിണിയായി. ആരോടും പറഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല. കാരണം ഭർത്താവ് നാട്ടിലില്ല, കൊല്ലങ്ങൾ കഴിഞ്ഞേ വരത്തുള്ളൂ. മാത്രമല്ല കുടുംബത്തിനും പരിസരത്തും വേറെ ആരുമില്ല. ആരും അറിയാതെ തന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. 9.5 മാസം കഴിഞ്ഞു നബിയേ, അവിടെ നിന്ന് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. അവിടെ നിന്നൊരാൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാ. അവിടെ നിന്നൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയോ? പെണ്ണിന്റെ അതാ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചെന്ന് കൊല്ലുകയാ. അവിടെ കഴുത്ത് ഞെരിച്ചെന്ന് കൊന്നുകളഞ്ഞു. 9.5 മാസക്കാലം ഗർഭം ചുമന്നു. മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചു. തന്റെ പൊന്നാര മകന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നുകളഞ്ഞു. മയ്യത്ത് ചെയ്തെന്നറിയുമോ ചെറുപ്പക്കാരാ? ഈ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നു. അവളന്ന് സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. ഏറ്റവും കൂടുതൽ പവർ കൂടിയ സുറുക്കയുടെ കുപ്പിക്കകത്ത് കുഞ്ഞിന്റെ മയ്യത്തെ അടച്ചു വെച്ചു. റോഡിന്റെ സൈഡിലോ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് അതാ കുപ്പിക്കകത്ത് അടച്ചു വെക്കുകയാ. അതിനകത്ത് കിടന്ന് അഴുകുകയാ. അതിനകത്ത് കിടന്ന് ദ്രവിക്കുകയാ. ഇറച്ചിയും എല്ലുകളുമെല്ലാം അതിലേക്ക് അലിഞ്ഞെന്ന് ചേർന്ന് കഴിഞ്ഞു. അടയാളം കാണാറില്ല, അടയാളം കാണാറില്ല. സർവ്വം അതിനകത്ത് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞപ്പോ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു. ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് പൈസ വാങ്ങി അവിടുന്ന് കച്ചവടം നടത്തി നബിയേ. നബി കരയുകയാ. കൈകാലുകളെ വിറയ്ക്കാൻ തുടങ്ങി. മുത്തുനബിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഒരു പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ സമയത്ത് ഞാൻ വ്യഭിചരിച്ചു. ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കലയ്ക്കൊന്നുമില്ല. ഉമ്മായും മോളും കൂടെ, ഭർത്താവ് ഗൾഫില് ഉമ്മായും മോളും കൂടെ പോയിട്ട് കലക്കൽ. അങ്ങനെ ഞാൻ മംഗലാപുരത്തൊന്നും കലക്കാനൊന്നും പോയില്ല. ഈ പെണ്ണ് വയറ്റി ചുമന്നുകൊണ്ട് തന്നെ നടന്നു. 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു. കഴുത്ത് ഞെരിച്ചു കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നിട്ട് സുറുക്കയുടെ ഭരണിക്കകത്ത് ഉപ്പിലിടാൻ വെച്ചു. അതിനകത്ത് കടന്ന് ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. ഒന്നും കാണുന്നില്ല, ജ്യൂസ് പോലെയായി. ഉടനെ തന്റെ വീട്ടിൽ വന്നവർക്കൊക്കെ അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുത്തു. പൈസയ്ക്ക് വിറ്റു.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാ, പടച്ചോനെ ഇങ്ങനെ ആകാൻ പറ്റിയ ഒരു പെണ്ണിന് 18 വയസ്സ് 18 കൊല്ലം പോറ്റി വളർത്തിയ മോള് കോടതി വെച്ചിട്ട് ജഡ്ജി ചോദിച്ചു, പാപ്പാനെ വേണോ കാമുകനെ വേണോ? കാമുകനെ മതി. ഉമ്മ കാലി പിടിച്ചിട്ട് കരയാ, മോളെ പോകല്ലേടി, നിന്നെ പെറ്റു വളർത്തിയത് ഞാൻ, പോകളവി ഇറങ്ങി പോവാ, പിന്നെ ആർക്ക് വേണം? പെറ്റ തള്ളയെ കളഞ്ഞിട്ട് മോള് പോയി. എടാ, സ്വന്തം പാപ്പാനെ തല്ലുന്നു, സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്നു. എന്റെ മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? കാരണമാ ഞാൻ പറയുന്നേ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പെണ്ണിനോട് ചോദിച്ചു, നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ ഹൃദയം ഇത്രയും കരിങ്കല്ല് പോലെയാകാനുള്ള കാരണം നീ അസർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ? ഇത്ര ചോദിച്ചുള്ളൂ. നീ അസർ നിസ്കരിക്കാറില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, എടാ, എത്ര നന്മ കേട്ടിട്ടും ഹൃദയത്തിൽ കേറാത്തവനെ നീ അസർ നിസ്കരിക്കാറുണ്ടോ? അസർ നിസ്കരിക്കാത്തവന്റെ ഹൃദയം കഠിനമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, ഹറാമ് കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ച ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ മുത്തുനബി സ്നേഹിക്കുമെന്ന് അനസ് തങ്ങൾ പറഞ്ഞത്. ആ ഒരു നല്ല ഗുണം ജീവിതത്തിൽ ഇന്നു മുതൽ ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 2020 ഒന്നാമത്തെ രാത്രി ഒരു നല്ല നിയ്യത്തെടുക്കും. ഉസ്താദെ, ഇന്നു മുതൽ സെക്സ് കാണൂല, ഇന്നു മുതൽ വൃത്തികേടുകൾ കാണൂല, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഹറാമ് കാണുന്നതിനെ തൊട്ട് എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കും. ഇനി എന്തെങ്കിലും കണ്ടുപോയാൽ ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കും. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. സ്വർഗത്തിൽ കസേര കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ആരൊക്കെ ഈ കൈവക്കിയോ ഈ കൈ കൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹുവേ. ആരെല്ലാം ഇന്ന് മുതൽ ഹറാം കാണില്ല, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുമെന്ന് നിയ്യത്ത് ചെയ്ത് കൈപൊക്കിയ ഈ കൈ കൊണ്ട് അല്ലാഹുവേ, ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ നീ ഭാഗ്യം നൽകണേ നന്മ തിന്മകൾ എഴുതിയ കിതാബ് ഈ വലത് കൈ കൊണ്ട് വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം 11:30 നിർത്താറായോ പറചങ്ങാതിമാരെ? നിർത്താറായോ? പറയണോ നിർത്തണോ? എനിക്ക് 12 മണി വരെ സമയമുണ്ട്. പറയണോ നിർത്തണോ? പറയണം. കൈവക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിക്കോണം കേട്ടാ. ഞാൻ പൈസ ചോദിക്കാം, അപ്പോഴിതുപോലെ ആത്മാർത്ഥത കാണിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ചരിത്രം പറയുന്നു. അവസാനം ഈ ചെറുപ്പക്കാരന് നടക്കാൻ കഴിയാതെ 2 ആൾക്കാരുടെ ചുമലിൽ ഇങ്ങനെ തോളിൽ കൈവച്ചിട്ട് ഇങ്ങനെ പോവാ, എഴഞ്ഞെടഞ്ഞ്. 2 ആൾക്കാരുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവസാന കാലഘട്ടങ്ങളിൽ മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ പള്ളിയിൽ പോകുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, ലഖദ് റഖസല്ലാഹു ലക. അവിടെ നിന്ന് ചോദിച്ചു, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ർ ചെയ്തിട്ടുണ്ടല്ലോ, വയ്യാത്ത നടന്ന് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത സമയത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാൻ, വീട്ടിൽ നമസ്കരിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ ഇതുപോലെ കഷ്ടപ്പെട്ടു കൊണ്ട് പോകുന്നത് എന്ന് റബീഅത്ത് ബിൻ ഹുസൈം തങ്ങളോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ഹയ്യ അലസ്സലാ, വിജയത്തിലേക്ക് വാ എന്ന് വിളിക്കുന്നത് കേട്ടാ പിന്നെ എങ്ങനെ പോകാതിരിക്കും? അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നിട്ട് 5 നേരം പള്ളിയിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടാ എങ്ങനെ പോകാതിരിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു ഗുണം, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ മുത്തുനബി സ്നേഹിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. അള്ളാഹുവെ, പള്ളിയുടെ ചാരത്താ വീട് കിടക്കുന്ന 5 നേരം വിളിക്കാറുണ്ട് നിസ്കരിക്കാൻ. ആരാപ്പാ പോവാ?
ആരാ നിസ്കരിക്കാൻ പോണത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഒരു വക്കത്തെങ്കിലും നിസ്കരിക്കാൻ, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. വണ്ടി പോയ കാര്യം ചോദിച്ചില്ല, നടന്നു പോയവര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നടക്കാൻ വയ്യ. പറ്റുമെങ്കിൽ പള്ളിക്കകത്തെങ്ങാണ് മിഹ്റാബിന്റെ അകത്ത് വരെ വണ്ടി കയറി പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ കയറിപ്പോയേനെ. നമുക്ക് നടക്കാൻ വയ്യ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടക്കാൻ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? വാപ്പായുടെ ചോദിക്കും, വാപ്പ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നില്ലേ ഉസ്താദെ? വേദനയാ ഉസ്താദെ, നടുവേദനയാ ഉസ്താദെ, ഒരു ചുവട്ടടി എനിക്ക് മുന്നോട്ട് വെക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഹാജിയാരെ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, ബ്ലോക്ക് ഉണ്ട്, രാവിലെയും വൈകിട്ടും നടന്നില്ലെങ്കിൽ ചാവും. ഡോക്ടർ എന്താ പറയും? കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, രാവിലെയും വൈകിട്ടും കുറച്ചു നേരം നടന്നില്ലെങ്കിൽ എളുപ്പകാലത്ത് തീർന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ നടക്കും അല്ലേ? അരച്ചിക്ക് എടാ, അല്ലാഹുവിന്റെ പള്ളി സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഇന്ന് വരെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാത്ത വാപ്പ ഡോക്ടർ പറഞ്ഞു ചത്തുപോകുമെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് നടക്കും. പെണ്ണുമ്പുള്ള അലാറം വെച്ചിട്ട് വിളിക്കും. ഇന്ന് വരെ സുബഹി നിസ്കരിക്കാൻ വിളിക്കാത്ത പെണ്ണുമ്പുള്ള ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞു നടന്നില്ലെങ്കിൽ മരിച്ചു പോകും, അതുകൊണ്ട് ഭർത്താവിനെ നടത്തിപ്പിക്കണമെന്ന് ഭാര്യയോട് ഡോക്ടർ പറഞ്ഞു കൊടുത്ത രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പറയും, വാ നമുക്ക് നടക്കാൻ പോകാം. ഭാര്യ പറയും, നമുക്ക് നടക്കാൻ പോകാം. പേടിയാണോ? ഞാൻ കൂടെ വരാം. ഭർത്താവ് രാവിലെ നിങ്ങൾ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് 5:30 6 മണിക്കൊക്കെ നോക്കിയ റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവും നടക്കുന്നത് കാണാം. ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ ഒരു കമ്പും പിടിച്ചോണ്ട് പുറകെ നടക്കും. നായി വന്ന തല്ലാൻ. ആലോചിക്കേ, ഇതാടാ ആലോചിക്ക്. അല്ല പറഞ്ഞ് നടക്കട 5 നേരം പള്ളിയിലേക്ക്. സഹോദര, പള്ളി നടന്നു പോയാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഞാൻ നിർത്തുകയാ. നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു ഒരു പാലം കെട്ടിയിട്ടുണ്ട്, സിറാത്ത് എന്ന പാലം. ഈ പാലം കടന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി സിറാത്ത് എന്ന് പറയുന്ന പാലമാണ്. ഈ പാലത്തിന്റെ മുകളിലൂടെ അല്ലാതെ പോകാൻ ഒരു വഴിയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വ എണ്ണവും അതിന്റെ മുകളിൽ കയറിയേ പറ്റും. സിറാജാണെങ്കിലും മോഡിയാണെങ്കിലും അതിന്റെ മോടി കേറിയേ പറ്റും. എല്ലാരും ആ പാലത്തിന്റെ മുകളിൽ കൂടെ കേറിയേ പോകാൻ പറ്റും. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത്, അസ്വിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള ഒരു മുടിയെടുത്ത് 7ആയിട്ട് ഇങ്ങനെ വിഹിതം വെച്ചു, 7ആയിട്ട് ഇങ്ങനെ മുറിച്ചു. എന്നിട്ട് ഒരു അംശം ഇങ്ങനെ എടുത്തു നോക്കണം എത്രയുണ്ട്.